കേരളത്തിലെ ട്രെയിൻ യാത്ര സാധാരണക്കാരന് പേടി സ്വപ്നമായി മാറുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ യാത്രക്കാരുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചു. പക്ഷേ യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും അവസ്ഥ പഴയത് തന്നെ. ദീർഘദൂര വണ്ടികളിൽ മുന്നിലും പിന്നിലും ഓരോ ജനറൽ കോച്ച് മാത്രം. കാലുകുത്താനിടമില്ലാത്ത ബോഗികളിൽ യാത്രക്കാർ 18 അടവും പയറ്റി വേണം യാത്ര ചെയ്യാൻ. പാളങ്ങൾക്കും സ്റ്റേഷനുകൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം ട്രെയിനുകൾ കേരളത്തിൽ ഓടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ശാസ്ത്രീയമായി കാര്യങ്ങൾ പഠിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുക എന്ന് മാത്രമാണ് മാർഗം. വന്ദേ ഭാരത് ട്രെയിൻ വന്നതുകൊണ്ട് കേരളത്തിലെ എല്ലാ യാത്രാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് പറയുന്നവരോട് മറ്റ് ട്രെയിനിലെ യാത്രക്കാർ പറയും, വന്ദേ ഭാരത് കാരണം മണിക്കൂറുകളാണ് മറ്റ് ട്രെയിനുകൾ വൈകുന്നതെന്ന്. നിലവിലെ സംവിധാനത്തിൽ അധികമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ വണ്ടികളിലെ ജനറൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ്. അത് ചെയ്യാൻ റെയിൽവേ തയ്യാറല്ല. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2023-24 സാമ്പത്തിക വർഷം മാത്രം റെയിൽവേക്ക് ലഭിച്ചത് 218 കോടി രൂപയാണ്. കേരളത്തിൽ നിന്ന് ഉള്ള ആകെ വരുമാനം 2500 കോടി കവിയും. എന്നിട്ടും നരകയാത്രയാണ് കേരളത്തിലെ യാത്രക്കാർക്ക് റെയിൽവേ സമ്മാനിക്കുന്നത്. റെയിൽവേയെ പരിഷ്കരിച്ച് യാത്രാ ദുരിതം പരിഹരിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. റെയിൽ വന്നാലല്ലാതെ കേരളത്തിലെ റെയിൽ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ജേക്ക് സി തോമസ് DYFI നേതാവ്, ഒപ്പം പ്രിൻഡു മഹാദേവ് BJP നേതാവ്, അതുപോലെ തന്നെ പരവൂർ സജീബ്, CK ചാത്തുണ്ണി, ഇവർ 3 പേരും 4 പേരും ഈ ചർച്ചയിൽ സജീവമാകും. ആദ്യം ചാത്തുണ്ണിയിലേക്ക്. കേരളത്തിലെ റെയിൽവേ വിഷയങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സമഗ്രമായി പഠിക്കുന്ന ഒരു വിഭാഗമാണ് ഈ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ. ഈ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ ഈ കഴിഞ്ഞ ദിവസം ഓണം കഴിഞ്ഞ് സ്കൂളുകളും ഓഫീസുകളും തുറന്ന ദിവസം ഈ യാത്രാ ദുരിതം കാരണം നിരവധി പേരാണ് ട്രെയിനുകളിൽ ബോധം കെട്ട് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്രമാത്രം ദുരിതമാണ് അത്. ആ ദിവസം മാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്ന് രാവിലെയും വൈകിട്ടും പുറപ്പെടുന്ന ട്രെയിനുകളിൽ ഒന്ന് കയറി നോക്കിയാൽ, ജനറൽ കോച്ചുകളിൽ കയറി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ യാത്രക്കാർ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന്. താങ്കൾക്ക് ഈ ഒരു വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? കേരളത്തിലെ റെയിൽവേ യാത്രക്കാരെ സംബന്ധിച്ചോളം അത്യന്തം ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം രാവിലെ ട്രെയിനുകളിൽ കയറിയാൽ ഇരിക്കാൻ പോലും സ്ഥലമില്ലാതെ, ഇരിക്കുക മാത്രമല്ല നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത സാഹചര്യമാണ് ട്രെയിനുകൾ നടക്കുന്നത്. അത് രാവിലെ പ്രധാന നഗരങ്ങളിലേക്ക്, ഇപ്പോൾ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും അതുപോലെ തന്നെ കോട്ടയത്തു നിന്നും എറണാകുളത്തേക്കും പോകുന്ന മിക്ക ട്രെയിനുകളും തിങ്ങി നിറഞ്ഞാണ് പോകുന്നത്. ഇവിടെ നമുക്കെപ്പോഴും കേരളത്തിലെ റെയിൽവേ സംവിധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ദീർഘദൂര ട്രെയിനുകളെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ചകൾ വ്യാപകമായി നടക്കാറുള്ളത്. ദീർഘദൂര ട്രെയിനുകൾ വേണ്ട എന്നുള്ളതല്ല, മറിച്ച് കേരളത്തിലെ ജില്ലകൾ, ഇപ്പൊ കൊല്ലം തിരുവനന്തപുരം, കൊല്ലം ആലപ്പുഴ, അതുപോലെ തന്നെ കൊല്ലം കോട്ടയം, കോട്ടയത്ത് നിന്ന് എറണാകുളം, അതുപോലെ തന്നെ തൃശ്ശൂർ കോഴിക്കോട്, ഈ റൂട്ടിലൊക്കെ തന്നെ നമുക്ക് പുതിയ മെമു സർവീസുകൾ അല്ലെങ്കിൽ ലോക്കൽ പാസഞ്ചർ ട്രെയിനുകൾ യാത്രക്കാരുടെ സൗകര്യാർത്ഥം ക്രമീകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം റെയിൽവേ യാത്രക്കാരോട്, സ്ഥിരമായി യാത്ര ചെയ്യുന്ന യാത്രക്കാരോട് റെയിൽവേ ഒരു പ്രതികാര മനോഭാവത്തോടു കൂടിയാണ് പെരുമാറുന്നത്. കാരണം മിക്ക ദിവസങ്ങളിലും 10 മണിക്ക് എത്തേണ്ട ട്രെയിൻ അല്ലെങ്കിൽ 9:30 എത്തേണ്ട ട്രെയിനുകൾ മിക്ക ദിവസങ്ങളിലും വൈകിയാണ് വരുന്നത്. ആ വൈകി വരുന്നതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ആധുനിക സിഗ്നലിംഗ് സംവിധാനം ഇല്ലാത്തതാണ്. ട്രെയിനുകൾ പലപ്പോഴും ഒരു സ്റ്റേഷൻ കടന്ന് മുന്നേ പോയ ട്രെയിൻ മറ്റു 2-3 സ്റ്റേഷനുകൾ കടന്നിട്ട് മാത്രമേ ഒരു ട്രെയിനിന് സിഗ്നൽ ലഭിക്കുകയുള്ളൂ. ആ ബന്ധപ്പെട്ട കാര്യങ്ങൾ, സിഗ്നലിംഗ് ആധുനികവൽക്കരിക്കണം എന്നുള്ളത് റെയിൽവേയെ സംബന്ധിച്ച്, കേരളത്തിലെ റെയിൽവേ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഡബിൾ ലൈൻ, നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അല്ലെങ്കിൽ നാഗർകോവിൽ വരെ, മംഗലാപുരം വരെ നാഗർകോവിൽ വരെ ലൈനുകൾ രണ്ട് പാളമായി കഴിഞ്ഞു. പക്ഷെ 2 പാളം ആയിട്ടും യാത്രക്കാരുടെ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് റെയിൽവേ കഴിയുന്നില്ല. റെയിൽവേ യാത്രക്കാരുടെ, സാധാരണ യാത്രക്കാർ, ദിവസേന യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ റെയിൽവേ അടിയന്തര ഇടപെടലുകൾ നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം.
പരവൂർ സജീവാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ നേതാവാണ്. ജെയ്ക്ക് സി തോമസിലേക്ക്. ജെയ്ക്ക്, ഇന്ന് ഡിവൈഎഫ്ഐ വലിയ തോതിൽ പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ്. സംസ്ഥാനത്ത് റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തുകയാണ്. നമ്മളെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ നമ്മൾ കാലങ്ങളായി ഈ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഇഞ്ച് റെയിൽവേ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നില്ല. എന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ റെയിൽവേ ആകെ പരിഷ്കരിച്ച് നമ്മുടെ യാത്രാ ദുരിതം പരിഹരിക്കാം എന്ന് കരുതിയാൽ അത് മൗഢ്യമാണ്. കാരണം നമ്മളുടെ വളവുകൾ ഏതാണ്ട് 600-ലധികം വളവുകളുള്ള റെയിൽവേ ട്രാക്കാണ് നമുക്കുള്ളത്. ഈ വളവെല്ലാം 200 കിലോമീറ്റർ സ്പീഡിൽ റെയിൽവേ ഓടിക്കാം, കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാം എന്നൊക്കെ കരുതിയാൽ അതൊരിക്കലും നടക്കുന്ന സംഭവമല്ല. പിന്നീട് എന്താണ് ഒരു മാർഗം നമ്മളുടെ യാത്ര? കേരളത്തിൽ ഇപ്പോൾ ഞാൻ റെയിൽവേയുടെ ഈ വരുമാനത്തിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത്, കേരളത്തിൽ നിന്ന് എത്രമാത്രം രൂപയാണ് റെയിൽവേക്ക് ഓരോ വർഷവും. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് മാത്രം 218 കോടി, എറണാകുളം ജംഗ്ഷനിൽ നിന്ന് 213 കോടി, അതായത് ഏതാണ്ട് 2500 കോടി രൂപയ്ക്ക് പുറത്താണ് ഒരു വർഷം ഇവിടെ നിന്ന് കിട്ടുന്നത്. എന്നിട്ടും ഈ അവഗണനയാണ്. ജെയ്ക്ക് സി തോമസ്. തീർച്ചയായിട്ടും ഞാൻ ദീർഘസമയമെടുത്തുകൊണ്ടുള്ളൊരു വിശദീകരണത്തിലേക്കല്ല പോകുന്നത്. ഇന്ന് അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഡിവൈഎഫ്ഐയുടെ 14 ജില്ലകളുടെയും ഒരു പ്രവർത്തക സംഘം പ്രവൃത്തി ദിനമായിട്ട് പോലും അത്തരം കാര്യങ്ങളിൽ നിന്ന് നിർബന്ധിതപൂർവ്വം അവധിയെടുത്ത് ഇത്തരമൊരു പ്രതിഷേധത്തിന് യഥാർത്ഥത്തിൽ നിർബന്ധിക്കപ്പെട്ടതാണ്. അങ്ങ് സൂചിപ്പിച്ച കഴിഞ്ഞ ദിവസം വേണാട് എക്സ്പ്രസ് പോലെയുള്ള കേരളത്തിലെ ട്രെയിനുകളിൽ സംഭവിച്ചിട്ടുള്ള യാത്രക്കാരുടെ ദുരിതം, കുഴഞ്ഞു വീഴുകയും മരണാസന്നരായി മാറേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുള്ള അനുഭവങ്ങളാണ്. പ്രവൃത്തി ദിനത്തിൽ നിന്ന് പോലും അവധിയെടുത്തുകൊണ്ട് സമയം കണ്ടെത്തി നല്ല ചുട്ടുപൊള്ളുന്ന വെയിലിലും റെയിൽവേ സ്റ്റേഷനുകളുടെ മുമ്പിൽ പോയി നിന്ന് കുത്തിയിരുന്ന് തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കാൻ പ്രേരിപ്പിച്ചത് ഇത്തരം അനുഭവങ്ങളാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ റെയിൽവേ തന്നെ അവരുടെ കണക്കുകൾ, അവർ തന്നെ പ്രസിദ്ധീകരിച്ച കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യൻ റെയിൽവേക്ക് ഏറ്റവും മികച്ച യാത്രാ സൗകര്യം അല്ലെങ്കിൽ ഏറ്റവും മികച്ച യാത്രാ പടി നൽകുന്ന സമൂഹമെന്ന് പറയുന്നത് കേരളത്തിൻ്റെതാണ്, മലയാളികളുടേതാണ്. അതുകൊണ്ടാണ് അങ്ങ് സൂചിപ്പിച്ചതുപോലെയും പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധി ചൂണ്ടിക്കാണിച്ചതുപോലെയും കഴിഞ്ഞ 2023 നിന്ന് 2024 വന്നപ്പോൾ ട്രെയിൻ ഉപയോഗിച്ച് കേരളത്തിൽ യാത്ര ചെയ്യുന്ന യാത്രികരുടെ എണ്ണം എന്ന് പറയുന്നത് 1 കോടി ഏതാണ്ട് 27 ലക്ഷത്തോളമാണ്. ഇവിടെ നിന്ന് റെയിൽവേക്ക് ലഭിക്കുന്ന വരുമാനമോ അത് ചെറിയ വരുമാനമായിരുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് തന്നെ കണക്കങ്ങ് സൂചിപ്പിച്ചു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീണ്ടു നിൽക്കുന്ന കേരളത്തിൻ്റെ 14 ജില്ലകളിൽ എല്ലാ ജില്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും അഭൂതപൂർണമായ വരുമാന വളർച്ചയാണ് ഇന്ത്യൻ റെയിൽവേക്ക് ഉണ്ടായിട്ടുള്ളത്. 281 കോടി രൂപയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാത്രം ഇന്ത്യൻ റെയിൽവേക്ക് നമ്മുടെ നാട് സംഭാവന ചെയ്യുന്നത്. വടക്കേറ്റത്തുള്ള കാസർഗോഡിലേക്ക് വരുമ്പോൾ 49 കോടി രൂപയാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യൻ റെയിൽവേക്ക് സംഭാവന ചെയ്യുന്നത്. അതായത് ചുരുക്കി വിശദീകരിച്ചാൽ ഇന്ത്യൻ റെയിൽവേക്ക് ഇതേപോലെ സാമ്പത്തിക വിഭവം കൈകാര്യം ചെയ്യുന്ന, സഹായം ചെയ്യുന്ന ഒരു യാത്രാ സമൂഹത്തോട് മാപ്പർഹിക്കാത്ത ക്രൂരതയാണ് ഇന്ത്യൻ റെയിൽവേ തിരികെ നൽകിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത്രയും അന്തസ്സ് കെട്ട ഒരു ജനതയാണോ എന്ന ചോദ്യം യൂണിയൻ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ അധികാരമായ സംഘപരിവാരത്തിന് മുമ്പിൽ നൊന്തു തല്ലി അസ്വസ്ഥജനകമാംവിധം ചോദിക്കേണ്ട ഒരു ഗതികേടിലാണ് മലയാളികളായ മുഴുവൻ യാത്രാ സമൂഹവും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി ഇവിടെ ചൂണ്ടിക്കാണിച്ചു, ദീർഘദൂര ട്രെയിനുകൾക്കും അപ്പുറം ഇത്തരത്തിലുള്ള മെമു ട്രെയിനുകൾ അല്ലെങ്കിൽ ഹ്രസ്വ സ്റ്റേഷനുകൾ ഇടയ്ക്കുള്ള ഈ തിരക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഹ്രസ്വദൂര ട്രെയിനുകൾ, ഇതൊക്കെ അനുവദിക്കുന്നതിൽ നിന്ന് എന്താണ് കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയെ പിന്നോട്ടേക്ക് വകഞ്ഞു മാറ്റി നിർത്തുന്ന ഘടകം എന്താണ്? എത്ര ആലോചിച്ചിട്ടും അതിൽ കേരളത്തോടുള്ള അന്ധമായ വിരോധവും അന്ധമായ ശത്രു രാജ്യത്തോടെന്ന പോലെയുള്ള സമീപനവും അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വേണാട് എക്സ്പ്രസിൽ യാത്രികർ കുഴഞ്ഞു വീണ വാർത്ത വരുന്നതിന് തൊട്ടു മുമ്പ് വന്ന വാർത്ത എന്താണ്? പാലക്കാട് മെമു ട്രെയിൻ എങ്ങനെയാണ് മഴ നനഞ്ഞുകൊണ്ടാണ് അതിലെ നല്ലൊരു വിഭാഗം വരുന്ന ബോഗികളിലെയും യാത്രക്കാർക്ക് യാത്ര ചെയ്യേണ്ടതായി വന്നത്. നമ്മൾ ഇന്ത്യൻ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ പണമടച്ച് ടിക്കറ്റ് എടുത്ത് ഇന്ത്യയിൽ തന്നെ യാത്ര ചെയ്യുന്നവരിലെ ഒന്നാമത്തെ നാടാണ് കേരളം. എന്നിട്ട് നമുക്ക് ഇതാണോ തിരികെ കിട്ടേണ്ടത്? മഴ നനഞ്ഞ് ട്രെയിനിനുള്ളിൽ യാത്ര ചെയ്യേണ്ട വരിക, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റ് അടച്ച് പണമടച്ച് ടിക്കറ്റ് എടുത്തിട്ടും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കുഴഞ്ഞു വീഴേണ്ട വരിക, മരണാസന്നരായി മാറേണ്ട വരിക. അതായത് അക്ഷരാർത്ഥത്തിൽ ശത്രു രാഷ്ട്രത്തോടെന്ന പോലെയാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ, ഇന്ത്യൻ റെയിൽവേ നമ്മളോട് പെരുമാറുന്നത്. ഇപ്പോൾ വന്ദേ ഭാരതിന്റെ കാര്യം അങ്ങ് സൂചിപ്പിച്ചു. വന്ദേ ഭാരതിന്റെ ഉദാഹരണം എടുത്ത് പരിശോധിച്ച് നോക്ക്. ഇന്ന് മലയാള മനോരമ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വന്ദേ ഭാരതിനെ സംബന്ധിച്ച്. ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 40% വരുന്ന റൂട്ടുകളിൽ വന്ദേ ഭാരത് നഷ്ടത്തിലോടുകയാണ്. കേരളത്തിൽ അതിന്റെ ഒക്യുപ്പൻസി റേറ്റ് 200% മുകളിലാണ്. കേരളത്തിലെ ഏത് ഫീഡർ സ്റ്റേഷനിൽ നിർത്തുമ്പോഴും വന്ദേ ഭാരതിൽ കയറാൻ ആളുകൾ ക്യൂ ആണ്. എന്തുകൊണ്ടാണ്?
പണമടച്ചിട്ടായാലും വേഗതയിൽ യാത്ര ചെയ്യാൻ മലയാളി സമൂഹം തയ്യാറാണ്. അതിന് കഴിവുള്ള ഒരു അന്തസ്സുള്ള സമൂഹമായി മലയാളി ഇതിനോടകം വികസിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എന്നിട്ടും എന്തില്ല, കേരളത്തിന് അധിക വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കുന്നില്ല. എറണാകുളത്തുനിന്നും ബാംഗ്ലൂരിലേക്ക് ആരംഭിച്ച വന്ദേ ഭാരത് ട്രെയിൻ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച് അവിടെ ഒന്ന് തിരികെ പിടിച്ചു കൊണ്ടുപോകുന്നു. ഇവർ നാഗപ്പൂരിൽ നിന്ന് ഗോവയിലേക്ക്, അതായത് ഇന്ത്യയുടെ മെട്രോപൊളിറ്റൻ നഗരങ്ങൾ തമ്മിൽ പോലും ബന്ധിപ്പിച്ചുകൊണ്ട് ഇവർ ആരംഭിച്ച വന്ദേ ഭാരത് ട്രെയിനിൽ പലതും നഷ്ടത്തിലാണ്, പലതിലും കയറാൻ ആളില്ല. പക്ഷേ അതല്ല കേരളത്തിൻ്റെ അനുഭവം. ഇത്രയുമൊക്കെ സംഭാവന ഇന്ത്യൻ റെയിൽവേയെ താങ്ങി നിർത്താൻ പര്യാപ്തമാകുമാർ ഇത്രയുമൊക്കെ സംഭാവന ചെയ്തിട്ട് തിരികെ ശത്രു രാഷ്ട്രത്തിലെ ജനങ്ങളോടെന്നതുപോലെയുള്ള ഇന്ത്യൻ റെയിൽവേയുടെയും ആത്യന്തികമായി യൂണിയൻ ഗവൺമെന്റിന്റെയും അതിന്റെ രാഷ്ട്രീയപരമായ സംഘപരിവാരത്തിന്റെയും പെരുമാറ്റം നിർബന്ധമായും ജനങ്ങളാൽ ദയാരഹിതമായി ചോദ്യം ചെയ്യപ്പെടും, വിചാരണ ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല. പ്രിന്റു, റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ അവകാശവാദം വളരെ വളരെ വലുതാണ്. ഇന്ത്യൻ റെയിൽവേ ആകെ പരിഷ്കരിച്ചു, ഒരു വന്ദേ ഭാരത് ട്രെയിൻ കൊണ്ടുവന്നു, അങ്ങനെ വേണ്ട. അശ്വിനി വൈഷ്ണവ് ഓരോ ദിവസവും ട്വീറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ അപകടങ്ങളുടെ കാര്യം നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. പക്ഷെ കേരളത്തിലെ വിഷയത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് പ്രിന്റു? ഈ മനുഷ്യർ, നിങ്ങൾ രാവിലെ പ്രിന്റുവൊക്കെ ട്രെയിനിൽ സഞ്ചരിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ, ഈ ജനറൽ കോച്ചിലോ മറ്റ് ട്രെയിനുകളിലോ ഒരു ടിക്കറ്റ് കിട്ടാൻ ദിവസങ്ങൾക്ക് മുമ്പ്, ഈ വന്ദേ ഭാരതിൽ പോലും ഒരു ടിക്കറ്റ് കിട്ടണമെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് ബുക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. ഇത്രമാത്രം ഒക്കുപ്പൻസി ഉള്ള ഒരു സ്റ്റേറ്റിൽ ഈ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ എന്താണ് ക്രിയാത്മകമായി ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്ത് നിർദ്ദേശമാണുള്ളത്? നിങ്ങൾ യുവജന സംഘടനയുടെ നേതാവാണല്ലോ, നിങ്ങൾ ഒരു ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണല്ലോ. ഈ ജനങ്ങളുടെ കഷ്ടപ്പാടും ദുരിതവും കണ്ടിട്ട് നിങ്ങൾക്ക് ഒരക്ഷരം പ്രതികരിക്കണമെന്ന് തോന്നുന്നില്ലേ പ്രിന്റു? അല്ല, അങ്ങ് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അങ്ങ് പറഞ്ഞു ഉൾക്കൊള്ളാവുന്നതിലധികം തന്നെ ട്രെയിനുകൾ ഓടിയിട്ടും കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ജനങ്ങൾ ദുരിതത്തിലാവുന്നതെന്നുള്ളത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഇന്ത്യൻ റെയിൽവേ വളരെ ജനകീയമായി എന്നുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. 2023-24 വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ട്രെയിനിനെ ആശ്രയിക്കാൻ തുടങ്ങി. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ 3 സെക്ടറുകളായിട്ടാണ് നമ്മളുടെ ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടായിരുന്നത്. പഴയ കാലഘട്ടത്തിലെ ജലഗതാഗതമാണ്. രണ്ടാമത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിച്ചിരുന്നത് റോഡിനെയാണ്. മൂന്നാമതായിരുന്നു റെയിൽവേ. ഇന്ന് റെയിൽവേ ആളുകൾ കൂടുതൽ ആശ്രയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പൊതുഗതാഗതമായിട്ടുള്ള റോഡുകളുടെ തകർച്ച. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു പ്രശ്നം ഇന്ന് കേരളത്തിലുണ്ട്. രണ്ടാമത് നമുക്കറിയാം, ഈ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ബ്രിട്ടീഷ് പീരീഡിന് ശേഷം കേരളത്തിൽ ഏറ്റവും അധികം റെയിൽവേ വികസനം ഉണ്ടായത് കഴിഞ്ഞ 10 വർഷമായിട്ടാണ്. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചല്ലോ, ഇവിടെ നിന്ന് ഏകദേശം 2500 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർക്ക് ലാഭമുണ്ടാകുന്നത്. ലാഭമുണ്ട്, അതിന് യാതൊരു സംശയമില്ല, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ശരാശരി നമുക്കറിയാം, ഒരു 10 വർഷത്തിനപ്പുറത്ത് ശരാശരി റെയിൽവേയുടെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ചെലവഴിച്ചിരുന്നത് 235 കോടി രൂപയാണ് ശരാശരി. എന്നാൽ ഇന്ന് നോക്കുക, കഴിഞ്ഞ ബഡ്ജറ്റിൽ പോലും കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി 3500 കോടി രൂപയാണ് ചിലവാക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മളല്ല, മലയാളികൾ എല്ലാവരും ഓണം ആഘോഷിച്ചു. എല്ലാ മലയാളികൾക്കും കേരളത്തിലേക്ക് വരണം. 20 സ്പെഷ്യൽ ട്രെയിനുകളാണ് മലയാളികളുടെ ഓണാഘോഷത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. മുമ്പ് ഇത്തരത്തിലുള്ള ഒരു കരുതലും മുൻപ് പല സർക്കാരുകളും ഉണ്ടല്ലോ. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് സ്പെഷ്യൽ ട്രെയിനുകൾ ഈ സീസണിനകത്ത്, ഓണം വരുന്ന സമയത്ത്, ഫെസ്റ്റിവൽ സീസണിനകത്ത് സ്പെഷ്യൽ ട്രെയിനുകൾ ഇട്ടുകൊണ്ട് കേരളത്തിലേക്കുള്ള ആളുകളുടെ വരവിനെ സുഗമമാക്കുന്ന പ്രക്രിയയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ അങ്ങ് സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ KSRTC. ഇപ്പോൾ KSRTC വളരെ പ്രധാനപ്പെട്ട ഒരു പൊതുഗതാഗത മാർഗ്ഗമായിരുന്നു. ഇപ്പം നിങ്ങൾ നോക്കി, കഴിഞ്ഞ ഓണ സീസണിനകത്ത് ഞാൻ KSRTCയും സഞ്ചരിച്ച ഒരാളാണ്, ട്രെയിനിലും സഞ്ചരിച്ച. ട്രെയിനിൽ എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രത്തോളം കൂടാൻ കാരണം, KSRTCയിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള കൊള്ള ലാഭത്തിലെടുക്കുന്ന യാത്രാക്കൂലി, അതൊരു പ്രശ്നമാണ്. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പോലും റെയിൽവേ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ അങ്ങ് അടിച്ചാക്ഷേപിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു വികസനവും വരില്ല, കേരളയിൽ വന്നാൽ മാത്രമാണ് കേരളത്തിൽ ഒരു ശാശ്വത പരിഹാരമെന്ന് അങ്ങ് മുൻകൂട്ടി പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഈ കേരളത്തിൽ ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മെമു ട്രെയിനുകളടക്കം 37 പ്രത്യേക ട്രെയിനുകളാണ് കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതോടൊപ്പം തന്നെ ഇതിൽ ശാസ്ത്രീയമായിട്ടുള്ള ഇതൊരു സുപ്രഭാതത്തിൽ ഒരു ഞൊടിയിടയ്ക്കിടയിൽ പരിഹരിക്കുന്ന പ്രശ്നമൊന്നുമല്ല. അങ്ങ് സൂചിപ്പിച്ചതുപോലെ 600ഓളം വളവുകളുണ്ട്. ആ വളവുകൾ
നിവർത്തി സ്പീഡ് കൂട്ടേണ്ടതുണ്ട്. രണ്ടാമതൊരു സാഹചര്യം ഇപ്പോൾ 2 വരി പാതയുള്ള പ്രദേശങ്ങളുണ്ട്. 2 വരിയിൽ നിന്ന് 3 വരി പാതയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അലൈൻമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അങ്ങ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും ട്രെയിനുകളുണ്ടായിട്ട് സ്വാഭാവികമായിട്ട് ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ദുരിതത്തിലാവാൻ കാരണം 3 ലൈൻ വന്നാൽ മാത്രമേ ഇനി കേരളത്തിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ 3 ലൈൻ പാത വരണമെങ്കിൽ എന്തുണ്ടാവണം? കേരളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 459.54 ഹെക്ടർ ഭൂമി ഏറ്റെടുത്താൽ മാത്രമാണ് കേരളത്തിൽ 3 വരി പാത അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇന്ന് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് അല്ലെങ്കിൽ അലൈൻമെൻറ്റ് പ്രകാരം എടുത്തു കൊടുത്തിട്ടുള്ളത് 62.83 ഹെക്ടർ ഭൂമി മാത്രമാണ്. കേന്ദ്ര സർക്കാർ പറയുന്നത് കൃത്യമായിട്ടുണ്ട്. നിങ്ങൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് റെയിൽവേ അലൈൻമെന്റ് ആയിക്കോട്ടെ സ്ഥലമെടുക്കലുമായി ബന്ധപ്പെട്ടോ അത് കൃത്യമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എത്ര പണം തരുവാനും നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു അദ്ദേഹം സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയാണ്, സ്വാഭാവികം. പക്ഷെ അദ്ദേഹത്തിന് കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാദങ്ങളെ സാധൂകരിക്കാൻ സത്യസന്ധതയോടുകൂടിയുള്ള വിവരങ്ങൾ പറയുകയാണെങ്കിൽ അതല്ല നമുക്കൊക്കെ സ്വീകാര്യമാവുക. അദ്ദേഹം പറയുന്നു 10 വർഷത്തിനിടയിൽ ചെലവഴിക്കപ്പെട്ട പണത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയാണ്. അവതാരകൻ ഉൾപ്പെടെ നിർബന്ധമായും അറിയിച്ചിരിക്കുമല്ലോ, അല്ലെങ്കിൽ പാസഞ്ചേഴ്സ് പ്രതിനിധി, അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിയാണെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന് ഉൾപ്പെടെ അറിയാലോ. അങ്കമാലി ശബരി പാത കൊല്ലം എത്രയായി? കേരളം ഗതികെട്ട് നിങ്ങളോട് പറഞ്ഞു, യൂണിയൻ ഗവൺമെന്റിനോട് പറഞ്ഞു ഇതിന്റെ ചെലവിന്റെ നല്ലൊരു ഭാഗം ഞങ്ങൾ വഹിക്കാം. DPR സമർപ്പിക്കുന്നു, സമഗ്ര സ്ഥലം ഏറ്റെടുപ്പിന് പദ്ധതി മുമ്പോട്ടേക്ക് വെക്കുന്നു. എത്ര കൊല്ലമായി 10,000 വരുന്ന ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെയുള്ള വിശ്വാസി സമൂഹത്തിന്റെ പ്രശ്നങ്ങളോട് യൂണിയൻ ഗവൺമെന്റിന്റെ സമീപനം എന്താണ്? കേരളത്തിലാണോ? ഞങ്ങൾ തരില്ല എന്നുള്ളതാണ്. ഇപ്പൊ ചെങ്ങന്നൂർ ശബരി പാത പുതിയ അലൈൻമെന്റ് എടുക്കാൻ വീണ്ടും പറഞ്ഞു. ഏത്? അങ്കമാലി ശബരി പാതയുടെ അലൈൻമെന്റ് DPR ഒക്കെ തയ്യാറാക്കി അതിന്റെ അനുമതിക്കായി കാത്തുകെട്ടി കിടന്നതിന് ശേഷം നിങ്ങൾ ചെങ്ങന്നൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് പുതിയ പാത ആലോചിക്കാൻ പറഞ്ഞു. അതിനെ സംബന്ധിച്ചുമുള്ള ആലോചനകളുടെ സമ്മതപത്രവുമായി യൂണിയൻ ഗവൺമെന്റിന്റെ വാദമൊക്കെ നിൽക്കുകയാണ്. എന്താണ് സമീപനം? എന്നിട്ട് പറയുകയാണ് KSRTC നിങ്ങൾ കൊള്ളലാഭം നടത്തുന്നു. അങ്ങ് ഒരു 10 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ബസ് യാത്രാ നിരക്കും കേരളത്തിലെ KSRTCയുടെ നിരക്കും ഒന്ന് താരതമ്യം ചെയ്തിട്ട് പറ, KSRTCയുടെ നിരക്ക് കൂടുതലാണോ എന്ന്. എന്തുകൊണ്ടാണ് ഇപ്പൊ KSRTCയെ കുറ്റം പറയുന്നത്? KSRTC സമീപ ചരിത്രത്തിൽ ആദ്യമായി മഹാഭൂരിപക്ഷം വരുന്ന ഡിപ്പോകൾ 74 ഡിപ്പോകൾ സ്വതന്ത്രമായി ലാഭത്തിലേക്ക് വന്നിരിക്കുന്നു. കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനം വികസിക്കുകയും ജനങ്ങൾ വിശ്വാസത്തോടുകൂടെ അവരുടെ പ്രയാസങ്ങളെ അഡ്രസ് ചെയ്യാൻ കഴിയുന്ന നിലയിൽ അത് വികസിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ KSRTCയുടെ ടിക്കറ്റ് നിരക്ക് കൂടുതലാണ് എന്ന നട്ടാക്കുരക്കാത്ത നുണയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ വളർച്ചയെക്കുറിച്ച് പറയുന്നു. ഫസ്റ്റ് പോസ്റ്റിന്റെ സമീപത്തിറങ്ങിയ ഒരു ലേഖനത്തിന്റെ തലവാചകം എന്താണെന്ന് അങ്ങേക്കറിയുമോ? സമയം കിട്ടുമ്പോഴെങ്കിൽ വായിച്ചു നോക്കണം. അത് ദേശാഭിമാനിയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖപത്രമൊന്നും അല്ലല്ലോ. ഹൗ 2024 ഹാസ് ബീൻ ഡിസാസ്ട്രസ് ഫോർ ദ ഇന്ത്യൻ റെയിൽവേ സോ ഫാർ. 2024 എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുരന്തപൂർണമായ വർഷമായത് എങ്ങനെ? കാരണം എത്രയാണ്? 1000കണക്കിന് മനുഷ്യന്മാരാണ് കൊല്ലപ്പെട്ടത്. കവച് എന്ന അശ്വിനി വൈഷ്ണവ് ഇടയ്ക്കിടയ്ക്ക് സാമൂഹ്യ മാധ്യമത്തിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ സ്പേസിലും വന്ന് പറയുന്നതല്ലാതെ റെയിൽ സുരക്ഷയൊഴുക്കാൻ സമ്പൂർണ്ണമായി പരാജയപ്പെട്ട് ഇതര ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ തകർന്ന് തരിപ്പണമായി നാണം കെട്ട് നിൽക്കുകയാണ് നമ്മൾ. കാരണം ഇത്രയധികം റെയിൽ അപകടങ്ങളിൽ 1000കണക്കിന് വരുന്ന സാധാരണക്കാരും പാവങ്ങളും അവരുടെ ജീവിതത്തെ കൊലപ്പെടുത്തേണ്ട വന്ന മറ്റൊരു രാഷ്ട്രം സമീപത്തില്ല. എന്നിട്ടാണ് ഇവിടെ നിന്ന് പറയുന്നത് ഞങ്ങൾ വലിയ വികസനം കൊണ്ടുവന്നിരിക്കുന്നു, റെയിൽവേ ഞങ്ങൾ മാറ്റിമറിച്ചിരിക്കുന്നു, അതിനൂതനമായ സാങ്കേതിക വികസനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എന്ന്. എത്ര റെയിൽ അപകടങ്ങൾ, എത്ര ആയിരങ്ങൾ, എത്ര തൊഴിലാളികൾ ഈ തീർച്ചയായും അപകടങ്ങളുടെ വിഷയം വളരെ വലുതാണ്. അത് നമുക്ക് തീർച്ചയായും ആ വിഷയത്തിലേക്ക് പോകാം. ഇപ്പോൾ ചാക്കുണ്ണി കൂടി ചേരുന്നു, റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ ഒരു നേതാവാണ്. അങ്ങേക്ക് ഈ ചർച്ച കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങയുടെ ഒരു സ്വതന്ത്രമായ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ? നമ്മുടെ ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. വലിയ തോതിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ഒരു വിഭാഗമാണ്. എന്നാൽ റെയിൽവേ നമുക്ക് തരുന്നത് ദുരിതം മാത്രമാണ്. സാധാരണ മനുഷ്യനെ സംബന്ധിച്ച്, സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ ഈ ട്രെയിനുകളിൽ നിരന്തരമായി യാത്ര ചെയ്യുന്നതിന് അനുഭവിക്കുന്ന ദുരിതവും അവരുടെ വിഷമവും പറഞ്ഞാൽ തീരാത്തതാണ്. പിന്നെ സമയത്തിൻ്റെ പ്രശ്നം, അങ്ങനെ ഓരോ വിഷയങ്ങളും. ഇക്കാര്യത്തിൽ എന്താണ് അങ്ങ് ഒരു പരിഹാരം കാണുന്നത്? എന്താണ് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട്? എൻ്റെ വിനീതമായ ഒരു അഭിപ്രായം, എനിക്ക് യാതൊരു രാഷ്ട്രീയവുമില്ല. വളരെയധികം തീവണ്ടി യാത്ര നടത്തുന്നൊരു വ്യക്തിയാണ്. എനിക്ക് വളരെ ആദരപൂർവ്വം സഹപാനേശ്വരോട് പറയാനുള്ളത്, നമ്മൾ റെയിൽവേയുടെ പ്രശ്നങ്ങൾ ഒതുങ്ങി നിൽക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മൾ KSRTC പ്രശ്നങ്ങളൊക്കെ എല്ലാം നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. ആദ്യമായിട്ട് ഞാൻ ഈ കൈരളി ചാനലിനെ നന്ദി പറയാം, അഭിനന്ദിക്കുന്നൊന്നുമില്ല.
ഇവിടെ പല പ്രശ്നങ്ങളുടെ ഇടയിൽ യാത്രക്കാരെ ഏറ്റവും അനുഭവിക്കുന്ന പ്രശ്നമാണ് റെയിൽവേയിൽ. അത് ചർച്ച ചെയ്യാൻ വേണ്ടത്ര കാര്യം കുറ്റപ്പെടുത്തുന്നില്ല, വേദികളില്ല. അതിന് മുന്നോട്ട് വന്ന കൈരളിനെ ഞാൻ അഭിനന്ദിക്കാം. ഇവിടെ എല്ലാവരും പറഞ്ഞു ശരിയാ, ഇന്ത്യൻ റെയിൽവേ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്, അത് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ വരുമാനത്തിൽ മാത്രമേ ശുഷ്കാന്തി കാണിക്കുന്നുള്ളൂ. അതിൻ്റെ 100% യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ചെലവഴിക്കാതെ, മെച്ചപ്പെട്ട സൗകര്യം ഏർപ്പെടുത്താതെ യാത്രക്കാരോടുള്ള അവകാശ ലംഘനമാണ് നടത്തുന്നത്. വരുമാനത്തിൻ്റെ കാര്യത്തിൽ കേരളം വളരെ മുൻപന്തിയിലാണ്. പക്ഷെ അതേസമയം നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ദുരനുഭവമാണ്. ഈ സാഹചര്യത്തിലാണ് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽവേസ് അസോസിയേഷൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും യൂണിറ്റുള്ള രജിസ്റ്റേഡ് സംഘടനയാണ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സമീപിച്ചു, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ സമീപിച്ചു ആദ്യം. അതായത് സമീപിക്കാനുള്ള കാരണം സ്റ്റേഷൻ മാസ്റ്റർ മുതൽ DRM, സോണൽ റെയിൽവേ മാനേജർ, റെയിൽവേ ബോർഡ് ചെയർമാൻ, റെയിൽവേ മന്ത്രി എല്ലാവരും ബന്ധപ്പെട്ടിട്ട് വേണ്ടത്ര പരിഹാരം കാണാത്ത ഒരു അവസാന കൈയെന്ന നിലയ്ക്കാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും സമീപിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം 3/7 നമ്മുടെ അബ്ദുറഹ്മാൻ മിനിസ്റ്റർ ഒരു മീറ്റിംഗ് വിളിച്ചു. ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ലെങ്കിലും ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഞാൻ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ 24 നിർദ്ദേശങ്ങൾ കൊടുത്തു. ഞങ്ങളുടെ നിവേദനം അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയും അതിനനുസരിച്ച് വലിയ നടപടികൾ പ്രതീക്ഷിച്ചു. അതോടൊപ്പം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായത്, എല്ലാ റെയിൽവേ മാനേജർമാർക്കും ഈ പ്രശ്നം പരിശോധിച്ച് നടപടിക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് റിഡ്രസ് സെല്ലിൽ നിന്നുള്ള ഒരു മറുപടി എനിക്ക് ലഭിച്ചു. അങ്ങോട്ട് അയച്ച കത്തിലടക്കം അതിൽ നമ്മൾ വളരെ പ്രതീക്ഷയും അർപ്പിച്ചു. അതിലെല്ലാം ഉപരിയായിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഓഫീസിൽ നിന്ന് കൂടുതൽ ഡീറ്റെയിൽസ് അദ്ദേഹത്തെ സെക്രട്ടറി അവിടുത്തെ ഓഫീസ് വിളിച്ചന്വേഷിക്കുകയും വിശദമായി പറയുകയും ചെയ്തു. അതിൽ ഗുണം ലഭിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഓരോ കമ്പാർട്ട്മെൻറ്റൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചെ പറ്റി നമ്മുടെ സഭാനലിസ്റ്റ് പറഞ്ഞു. എന്നാണ് സാർ ഈ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചത്? യാത്രക്കാർ 3 മാസം മുമ്പ് ബുക്ക് ചെയ്ത് അവസാന കഴിഞ്ഞ നിലയ്ക്ക് ബസ്സിന് വലിയ ടിക്കറ്റ് എടുത്തിട്ട് ഉത്രാടനാളിലാണ് സ്പെഷ്യൽ ട്രെയിൻ ഡിക്ലെയർ ചെയ്യുന്നത്. അത് നേരത്തെ പ്രഖ്യാപിച്ചെങ്കിൽ ഈ പകൽ കൊള്ള നടക്കില്ലായിരുന്നു. വന്ദേ ഭാരത് ഞാൻ ചെറുതാക്കിയാണെന്ന് ഞാൻ വലുതാക്കി തന്നെയാണ് കാണുന്നത്. കേരളത്തിലെ ഈ റോഡ് ഗതാഗതം വളരെ ദുഷ്കരമാണ്, പ്രത്യേകിച്ച് നാഷണൽ ഹൈവേയുടെയൊക്കെ പണിയുണ്ട്. 4 വിമാനത്താവളങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് മംഗലം വന്ദേ ഭാരത് വളരെയധികം ഗുണകരമായൊരു കാര്യമാണ്. അപ്പം അതിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ വന്ദേ ഭാരതിൻ്റെ കന്നി യാത്രയിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാൻ. അത് 200% ബുക്കിങ്ങാണ്. പിന്നീട് നമുക്ക് രണ്ടാമതൊരു വന്ദേ ഭാരത് ലഭിച്ചു, വളരെ സാഹുതാറാണ്. അതിൽ 8 കമ്പാർട്ട്മെൻറ്റാണല്ലോ. എന്തുകൊണ്ട് അത് 16 കമ്പാർട്ട്മെൻറ്റാക്കിയില്ല? കൊല്ലത്ത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 3 മാസം ഒരു റേക്ക് 16 ഒരു റേക്കായിട്ട് വെറുതെ കിടന്നു. അപ്പോൾ ഇതിലെല്ലാം വേണ്ടത്ര മുന്നേറ്റം നടക്കിയിട്ടില്ല. ഇന്ത്യൻ റെയിൽവേ മുന്നോട്ട് പോയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ ആനുകൂല്യം ചാക്കുണ്ണി പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം പ്രിന്റു ജയ്ക്ക്, അതായത് റെയിൽവേ യാത്രക്കാരുടെ വിഷയം ചർച്ച ചെയ്യാൻ നമുക്കൊരു വേദിയില്ല. റെയിൽവേ പാസഞ്ചേഴ്സിന് അല്ലെങ്കിൽ ഈ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ബുദ്ധിമുട്ട്, ഏത് രീതിയിലൊരു പരിഷ്കരണം റെയിൽവേക്ക് ആവശ്യമാണ് എന്ന് പറയാൻ ഒരു വേദിയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇതിപ്പോൾ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തും ചെന്നൈയിലും ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ ഒരു തീരുമാനമെടുക്കുന്നു, അതനുസരിച്ച് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ശ്രീ പരവൂർ സജീവ്, നിങ്ങൾ ഈ വിഷയത്തിന് പറയുന്ന പരിഹാരങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. ദീർഘദൂര വണ്ടികൾ വന്നിട്ട് ഒരു ദിവസം കിടക്കുന്നുണ്ട് വെറുതെ. ആ ട്രെയിനുകൾ ചെറിയ ഹ്രസ്വദൂര സർവീസുകൾക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ മെമു സർവീസുകൾ കൂടുതൽ വരണം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഈ പാളങ്ങൾ, നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ ഒക്കെ ഓവർ ക്രൗഡഡ് ആണ്. ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തേക്ക് രാവിലെ എത്തുന്ന ട്രെയിനുകൾ ഔട്ടറിൽ 1/2 മണിക്കൂർ 1 മണിക്കൂർ പിടിച്ചിടുകയാണ് സജീവേ. അതായത് ഒരു 9:15 ഔട്ടറിലെത്തുന്ന ട്രെയിൻ 9:45 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലെത്തുന്നത്. അതായത് അവിടുത്തെ ട്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനം നിലവിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾക്ക് ഇല്ല എന്നുള്ളതാണ്. ട്രെയിനുകൾ ഓടിയെത്തിയാൽ പോലും യാത്രക്കാർക്ക് യഥാസ്ഥലത്ത് എത്താൻ പറ്റുന്നില്ല. സജീവ്, അത് യഥാർത്ഥത്തിൽ ആ കാര്യങ്ങൾ ശരിയാണ്. കാരണം
തിരുവനന്തപുരത്തും സെൻട്രൽ സ്റ്റേഷനിലെ തിരക്ക് ഒഴിവാക്കണമെങ്കിൽ നേമം പുതിയ ടെർമിനൽ, ഇപ്പോ കൊച്ചുവേളി വന്നാൽ നമുക്ക് ടൗണിൽ എത്തുന്നവർക്ക് പ്രയോജനമില്ല. പക്ഷേ നേമം ടെർമിനൽ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഈ യാത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും പറ്റിയ മാർഗമായിരുന്നു. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നേമത്തെ വികസന പ്രവർത്തനങ്ങൾ, രണ്ടാമത്തെ ടെർമിനൽ നേമത്ത് ആരംഭിക്കണമെന്നുള്ള കാര്യത്തിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും സജീവ്, അത് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പ്രിന്റു, നിങ്ങൾ ഒ രാജഗോപാൽ ഇരുന്ന സമയത്ത് വലിയ ആവേശത്തിൽ നിങ്ങൾ കൊണ്ടുവന്നതാണ് നിയമം. ഇപ്പൊ എവിടെ നിൽക്കുന്നു നിയമം? നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിയമത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഈ വർത്തമാനവും നിങ്ങളുടെ അന്ധമായ രാഷ്ട്രീയ വിരോധവും കേരളത്തോടുള്ള ഈ രാഷ്ട്രീയ വിരോധവും മാറ്റിവെച്ച് ഇവിടുത്തെ ജനങ്ങളെ നിങ്ങൾ കാണാൻ ശ്രമിക്കൂ പ്രിന്റു. ഈ നേമം ടെർമിനൽ വന്നല്ലാതെ തിരുവനന്തപുരത്തെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. സജീവ് പറഞ്ഞ ഏറ്റവും കൃത്യമായൊരു പോയിന്റാണ്. എല്ലാ ട്രെയിനുകളും കൃത്യസമയത്ത് ഓടിയെത്തുന്നുണ്ട്, പക്ഷേ ഔട്ടർ പിടിച്ചിടുകയാണ്. ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ വരാൻ പറ്റുള്ളൂ. പ്രിന്റു, ഈ കേരളത്തിൻ്റെ ഈ ശാസ്ത്രീയമായിട്ടുള്ള, ഇപ്പം നമ്മളിങ്ങനെ പറയുന്നപ്പോൾ അവിടെ നിർത്തിയിട്ടൊരു ട്രെയിൻ ഇങ്ങോട്ട് വെറുതെ ഓടിച്ചിട്ട് നമ്മൾ യാത്രാക്ലേശം പരിഹരിക്കുക എന്നൊക്കെ നമുക്ക് പറയാമെന്നല്ലാതെ അതിനകത്തൊരു യുക്തിയില്ല. കാരണം നമുക്കറിയാലോ, ഒരു ട്രെയിൻ പോകുന്ന സമയത്ത് മുഴുവൻ ട്രെയിനുകളുടെയും സമയക്രമീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു റെയിൽവേ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഏകീകൃതമായ ഒരു സ്വഭാവത്തോടു കൂടി പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ജയ്ക്ക് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ. അല്ല പ്രിന്റു, ഞാൻ ഈ ചോദിച്ച ഒരു ചോദ്യത്തിന് താങ്കൾ അങ്ങനെ പറയരുത്. ഈ നമ്മളുടെ ഇപ്പോഴത്തെ വിഷയം കേരളത്തിലെ റെയിൽ യാത്രാ. ഞാൻ ചോദിച്ചത് നേമം ടെർമിനലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾക്ക് മറുപടി പറയാതെ നിങ്ങൾ നേമം ടെർമിനലിനെ കുറിച്ച് വളരെ, ഈ ഒരു ടെർമിനലിന്റെ വികസനത്തെ കുറിച്ച് BJP ആണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. ആ ടെർമിനൽ ഇപ്പോൾ നിങ്ങൾ നോക്കുകയോ കാണുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് സാർ ഒന്നുമല്ല സാർ, ഈ നേമം ടെർമിനൽ വികസനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നേരത്തെ ജയ്ക്ക് പറഞ്ഞ, ഞാൻ പറഞ്ഞിട്ട് അതൊരു കണക്ട് ചെയ്തൊരു കാര്യം പറയാം. ജയ്ക്ക് പറഞ്ഞല്ലോ നേരത്തെ അങ്കമാലി എരുമേലി പാത, അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് 98-ൽ വാജ്പേയി സർക്കാരാണ് അനുവദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട സ്ഥലം ഏറ്റെടുക്കലിൻ്റെ അലൈൻമെൻറ്റ് വൈകിപ്പിച്ചതാരാണ്? അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഇതുമായി അലൈൻമെൻറ്റും സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതിനകത്ത് സംസ്ഥാന സർക്കാർ അലംഭാവം കാണിച്ചത് കൊണ്ടാണ് എരുമേലി നമ്മൾ അങ്കമാലി പാത നിലച്ചത്. പക്ഷേ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് ഇതിനു വേണ്ടി 100 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ പറഞ്ഞല്ലോ ചെങ്ങന്നൂർ ടു പമ്പ പാത. അതോടൊപ്പം തന്നെ ഈ എരുമേലി പാത വന്നു കഴിഞ്ഞാൽ സ്വാഭാവികം എരുമേലി ടു നേമം എന്ന് പറയുന്ന മറ്റൊരു ബദൽ പാതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കേരളത്തിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെടുന്നത്. സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഈ കേരള വന്നാലല്ല ബദൽ എന്ന് പറയുന്നത് 3 വരി പാത വന്നാൽ മാത്രമാണ്. കാരണം ജനസംഖ്യ ആനുപാതികമായി നോക്കുന്ന നിങ്ങൾ എങ്ങനെ 3 വരിപ്പാത റെഡിയാക്കുമെന്നാണ് പറയുന്നത്? ഈ കേരളത്തിന്റെ എല്ലാ നഗരങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു സംവിധാനം, ഇതിൽ തന്നെ ഈ ഇരട്ടപ്പാത എല്ലാ ഭാഗത്തും ഇല്ല. എറണാകുളം മുതൽ ചേർത്തല വരെ ഇപ്പോഴും തുറവൂര് വരെ ഇപ്പോഴും ഇരട്ടപ്പാത ഇല്ല. അതിനുവേണ്ടി കിടന്ന് നമ്മൾ ഇങ്ങനെ എത്ര വർഷമായി അതിനുവേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോ അധികാരത്തിൽ വന്നിട്ട് 11ാമത്തെ വർഷമല്ലേ? നിങ്ങൾ ഈ 11 വർഷം കേന്ദ്രത്തിൽ ഭരിച്ചവരല്ലേ? നിങ്ങൾക്ക് ആ പാതയൊന്ന് ഇരട്ടപ്പാതയാക്കാൻ ഇത്രയും കാലം ഏതാണ്ട് 40 കിലോമീറ്റർ ദൂരം ഇരട്ടപ്പാതയാക്കാൻ കഴിയാത്തവരിരുന്ന് 3ാമത്തെ പാതയെ കുറിച്ച് വർത്തമാനം പറയുന്നത് ഭയങ്കര മോശമാണ്. കേരളം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അങ്ങനെയല്ല സാർ, ഞാൻ പറഞ്ഞല്ലോ പ്രായോഗികമായ പ്രശ്നം സ്ഥലമേറ്റെടുക്കലാണ്. കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടുള്ള 450.54 ഹെക്ടർ ഭൂമിയാണ്. സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കൊടുത്തുള്ള 52.81 ഹെക്ടർ മാത്രമാണ്. അപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ കേരളത്തിലെ എല്ലാ നഗരങ്ങളിലൂടെയും ഓരോ ജില്ലാ തലസ്ഥാനങ്ങളിലൂടെയും കടന്നു പോകുന്ന റെയിൽവേക്ക് 1 ഇഞ്ച് ഭൂമി ഇനി ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് എനിക്കും താങ്കൾക്കും അറിയാം. അതിന് ബദലെന്ന രീതിയിലാണ് ഗ്രാമപ്രദേശങ്ങളിലൂടെയും ഇടനാടിലൂടെയും കടന്നു പോകുന്ന പുതിയൊരു അതിവേഗ റെയിൽപാത കൊണ്ടുവരണം എന്നൊരു ആവശ്യം കേരള സർക്കാർ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടല്ല, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ അതിവേഗ പാതയുടെ നിർദ്ദേശം വന്നത്. പിന്നീടാണ് അത് അർദ്ധ അതിവേഗ പാതയിലേക്ക് മാറുന്നത്. ഇത് കാണാത്തവർ, മനസ്സിലാക്കാത്തവരും പഠിക്കാത്തവരും ഒന്നുമല്ല ഈ കേരളത്തിന് വേണ്ടി പുതിയ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ മാത്രം വലിയ ബുദ്ധിമാന്മാരാണെന്ന് ധരിച്ച് വർത്തമാനം പറയരുത്.
അല്ല സാർ, അല്ല അങ്ങ് പറയുന്നതിനകത്തൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അങ്ങ് പറഞ്ഞില്ല 3 വരി പാതയ്ക്ക് കേരളം പറ്റില്ല. കേരളത്തിൽ 3 വരി പാത എറണാകുളം വരെ പ്രശ്നമില്ല സാർ. ഞാൻ കാസർഗോഡ് മുതൽ എറണാകുളം വരെ റെയിൽവേക്ക് 3 വരി പാതയ്ക്കുള്ള സ്ഥലമുണ്ട്. പിന്നീട് 2 വരി പാത ഓൾറെഡി ആലപ്പുഴ വഴി വന്നു കഴിഞ്ഞാലും മറ്റൊരു 3 വരി പാതയ്ക്ക് കോട്ടയം വഴി സ്ഥലമുണ്ട് സാർ. അതോടൊപ്പം തന്നെ ഈ പറയുന്ന അങ്കമാലി എരിമേലി പാത വരികയും എരിമേലി ടു നേമം പാത വരികയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ കേരളത്തിൻ്റെ യാത്രാക്ലേശം പരിഹരിക്കപ്പെടും. ഇതല്ല ഇതിൻ്റെ ശാസ്ത്രീയത. അതിനപ്പുറത്ത് മുഴുവൻ കേരളത്തിലെ ജനങ്ങളെയും ട്രെയിനിലൂടെ കൊണ്ടുപോവുക എന്നുള്ളതല്ലല്ലോ. അതിനപ്പുറത്ത് 6 വരി പാത വരുന്നുണ്ട് സാർ. 6 വരി പാത ഇതിനപ്പുറത്ത് വരുന്നുണ്ട്. പിന്നെ കേരളത്തിലെ റോഡുകൾ നന്നാക്കിയാൽ തന്നെ ഒരു പരിധി വരെ ഈ പറയുന്ന ആളുകൾ ട്രെയിനിനെ ആശ്രയിച്ച് KSRTC ആശ്രയിക്കുന്ന രീതിയിലേക്കും സ്വന്തമായ വാഹനങ്ങളിലേക്ക് പോകുന്ന സമയം വരും. ഇപ്പൊ അതിനകത്ത് നിങ്ങൾ ഈ പറയുന്നതിനകത്ത് ഒരു കേരളയിൽ മാത്രമാണ് കേരളത്തിന്റെ വികസനത്തിലേക്ക് എന്ന് പറയുന്നത് അടിസ്ഥാനത്തിലാണ് കേരളയിൽ വന്നെന്ന് വെക്കുക സാർ. ജോൺ ബ്രിട്ടാസ് MP ഇന്ന് കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവിന് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകളിൽ കൂടുതൽ ജനറൽ കോച്ചുകൾ അനുവദിക്കുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മിനിമം കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മിനിമം കാര്യമാണ്. ഇത് ദീർഘകാലമായിട്ട് എല്ലാവരും ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ്. അത് ഇന്ന് കേന്ദ്ര റെയിൽ മന്ത്രിക്ക് ജോൺ ബ്രിട്ടാസ് കൊടുത്ത കത്തിൽ പറയുന്നുണ്ട്. ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുക. എറണാകുളം ബാംഗ്ലൂരു വന്ദേ ഭാരത് മുൻപ് പ്രഖ്യാപിച്ചു, നിർത്തലാക്കി. അത് അടിയന്തരമായി സർവീസ് നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഈ സുരക്ഷയും വായു സഞ്ചാരവുമില്ലാത്ത, അത് നിങ്ങൾ ശരിക്കും പ്രിൻറ്റുമൊക്കെ ഈ ജനറൽ കോച്ചുകളിൽ കയറി ഒരു ദിവസം യാത്ര വൈകിട്ട് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വരെ ഒന്ന് പോയി നോക്കുമ്പോൾ മനസ്സിലാവും ഈ മനുഷ്യരൊക്കെ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു അവസ്ഥ എല്ലാവരും കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കാലാകാലങ്ങൾ നമ്മുടെ MP-മാർ ഓരോ വിഷയങ്ങളിലും ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്, കത്തുകൾ നൽകുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നില്ല പ്രിൻറ്റു. അത് നിങ്ങളിനി എന്ത് പറഞ്ഞാലും ജയിക്ക് അല്ല, യഥാർത്ഥത്തിൽ ഇപ്പോൾ അദ്ദേഹം അതിവേഗ പാതയെക്കുറിച്ചൊക്കെ പറയുന്നു, 3-ാം പാതയെക്കുറിച്ച് പറയുന്നു. അതിവേഗ പാതയുടെ അർദ്ധ അതിവേഗ പാതയുടെ പ്രതീകമായിരുന്നല്ലോ കേരളയിൽ എന്ന് പറയുന്നത്. കേരളത്തിന് പുറത്ത് എത്രയോ സംസ്ഥാനങ്ങളിൽ ഈ അർദ്ധ അതിവേഗ പാതകൾക്കും അതിവേഗ പാതകൾക്കും ഇപ്പോൾ ഇതിനോടകം യൂണിയൻ ഗവൺമെൻറ് പച്ചക്കടി വീശിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ സർവേ പോലും എടുക്കാതെ ഭൂമി ഏറ്റെടുക്കൽ നടത്തിയ പ്രദേശമില്ലേ അഹമ്മദാബാദിൽ നിന്നുള്ള പാതയ്ക്ക്? എന്താണ് അതിനൊക്കെയുള്ള ന്യായീകരണം? ഇപ്പം നിങ്ങൾ ആധുനീകരിക്കപ്പെട്ട മറ്റ് ടെക്നോളജിയെക്കുറിച്ചൊക്കെ പറയുന്നു. പാലക്കാട് നിന്ന് എറണാകുളത്തേക്കുള്ള ആ മെമുവിൽ മഴ നനയാതെ യാത്ര ചെയ്യാൻ കാശ് കൊടുത്തിട്ടാണല്ലോ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നത്. കാശ് കൊടുത്ത് യാത്ര ചെയ്യുമ്പോൾ മഴ നനയായിരിക്കാനുള്ള സൗകര്യം ചെയ്തു തരാൻ നിങ്ങൾക്ക് എന്താ പദ്ധതിയുള്ളത്? നിങ്ങൾ ബദൽ പാതകളെയും മറ്റ് ടെക്നോളജിയെയും കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ടല്ലോ. കുഴഞ്ഞു വീഴാതെ ശ്വാസം കിട്ടിക്കൊണ്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ജോലിക്കായിട്ടും വിദ്യാഭ്യാസത്തിനായിട്ടും തൊഴിൽപരമായ മറ്റ് ആവശ്യങ്ങൾക്കായിട്ടും യാത്ര ചെയ്യാൻ എന്താ ഒരു പരിഹാരം? ആ വേണാട് എക്സ്പ്രസിനും പാലരുവിക്കും ഒക്കെ ഇടയിൽ ഒരു ട്രെയിൻ കൂടി അനുവദിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ പരിഹാരം? ഇതിൽ 2-3 ജനറൽ കമ്പാർട്ട്മെന്റുകൾ വർദ്ധിപ്പിച്ചു തരുന്നതിൽ നിങ്ങൾക്ക് എന്താ പരിഹാരം? ഇതൊക്കെയാണ് ഒരു സംസ്ഥാനം നിങ്ങളോട് ചോദിക്കുന്നത്, വെറുതെ ചോദിക്കുന്നതല്ല. ഇന്ത്യൻ റെയിൽവേയുടെ കണക്ക് പ്രകാരം ഏറ്റവും ഉന്നതമായ തുക നൽകി യാത്ര ചെയ്യുന്ന ജനങ്ങൾക്ക് നിങ്ങൾ തിരികെ നൽകുന്നത് ശത്രു രാഷ്ട്രത്തോടെന്ന പോലെ അടിമകളായിട്ടുള്ള ജനങ്ങളെ ദ്രോഹിക്കുന്ന ക്രൂരന്മാരായ രാജാക്കന്മാരെ അനുസ്മരിപ്പിക്കുന്ന പോലെയാണ് നിങ്ങളുടെ പ്രതികരണം നടത്തുന്നത്. ഈ തരത്തിലുള്ള യാത്രാ ദുരിതങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് എന്ത് പരിഹാരം? ആ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് മറുപടിയില്ല. ലാൻഡ് അക്വിസിഷനെ സംബന്ധിച്ച് മറ്റുമാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ ഈ കേരളത്തിൽ കഴിഞ്ഞ ഒരു 8 വർഷത്തിനിടയിൽ സ്ഥലമേറ്റെടുപ്പ് യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചത് കൊണ്ടല്ലേ ഇരട്ടപ്പാത കോട്ടയം വഴിയുള്ളത് യാഥാർത്ഥ്യമായി മാറിയത്? അല്ലെങ്കിൽ എന്താകുമായിരുന്നു? ഇനി റെയിലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം റോഡ് ഗതാഗതം 6 വരി പാതയെക്കുറിച്ചാണ് പറയുന്നത്. 6 വരി പാത യാഥാർത്ഥ്യമാക്കി നിങ്ങൾക്ക് എന്താ പങ്ക്? അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് 2016 മെയ് മാസത്തെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ച് ഞാനെന്റെ വാദം വിട്ടേക്കാം. എന്തായിരുന്നു? അങ്ങയുടെ പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് 2016 മെയ് മാസം എഴുതി, അന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. അന്ന് എഴുതിയത് എന്താണ്? 6 വരി പാത യാഥാർത്ഥ്യമാക്കിയാൽ, ഗെയിൽ പദ്ധതി നടപ്പിലാക്കിയാൽ, ഇടമൺ കൊച്ചി പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കിയാൽ, കൂടെ ഒരു വാചകം കൂടെ ചേർത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാചകമാണ്, കേരളത്തിലെ മുസ്ലിം തീവ്രവാദികളെ പിന്തുണയ്ക്കാതെ ഈ പദ്ധതികൾ നടപ്പിലാക്കിയാൽ കേരളത്തിലെ നട്ടലുള്ള മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ അടയാളപ്പെടുത്തുമെന്ന് പറഞ്ഞതാരാ? അങ്ങയുടെ ഇപ്പോഴത്തെ പാർട്ടി പ്രസിഡന്റാ. അപ്പൊ 6 വരി പാതയുടെ പേരിൽ എന്തിനാ പിണറായി വിജയനെ നട്ടലുള്ള മനുഷ്യരായിട്ട് നിങ്ങൾ അംഗീകരിച്ചത്? അപ്പോൾ കാര്യം എന്താണ്? കേരളത്തിന്റെ കയ്യിൽ നിന്ന് പണം കൂടെ നൽകിയിട്ട് ഒരാളുടെയും കണ്ണീർ വീഴാതെ സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിച്ച് നൽകി. അങ്ങനെ അവകാശബോധത്തോടുകൂടെ കേരളം നേടിയെടുത്തതാ. അതിൽ നിങ്ങൾക്കൊരു മേനി നടിക്കലുമില്ല, അതിൽ നിങ്ങൾക്കൊരു പങ്കുമില്ല. റെയിൽവേ കുറിച്ച് ചോദിക്കുമ്പോൾ റോഡിനെ കുറിച്ചല്ല പറയേണ്ടത്. റെയിൽവേ ദുരിതത്തിൽ ആളുകൾ കുഴഞ്ഞു വീഴുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, റെയിൽവേ ദുരിതത്തെ തുടർന്ന് ആളുകൾ മഴ കൊണ്ട് യാത്ര ചെയ്യേണ്ടി വരുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മാന്യമായി യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് മറുപടി, എന്ത് സൗകര്യമൊരുക്കി തരുമെന്നാണ് നിങ്ങൾ പറയേണ്ടത്? പ്രിൻറ്റു
അല്ല പ്രിന്റു, പറഞ്ഞല്ലോ, ജയിക്ക് റെയിൽവേ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്. നിങ്ങൾക്ക് ഈ ജനറൽ കോച്ചുകളുടെ എണ്ണം ഒന്ന് ഒറ്റ മിനിറ്റ് ഈ മെമു സർവീസ് ഞാൻ ചോദിക്കട്ടെ സർ, മെമു സർവീസ് അല്ല പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ സാർ? പറയൂ. ഇപ്പൊ കേരളത്തിൽ ഈ മെമു സർവീസ് ഈ നല്ല രീതിയിൽ കൊണ്ടുവന്നത് ആരാണ്? കേന്ദ്ര സർക്കാരല്ലേ. മലബാർ മേഖലയിൽ ഷൊർണൂർ ടു കാസർഗോഡ് വരെ ഈ കേന്ദ്ര സർക്കാർ വന്നതിന് ശേഷം സ്പെഷ്യലായിട്ടുള്ള ചെറിയ ഹ്രസ്വ ദൂരത്തിലുള്ള പുതുതായിട്ടുള്ള ഈ 9 ട്രെയിനുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള വികാസം കേരളത്തിലുണ്ട്. ഇപ്പം നോക്ക്, കേരളത്തിൽ മാത്രം 10 വർഷം കൊണ്ട് ഇപ്പം നമുക്ക് ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട മറ്റൊരു പൊതു തടസ്സം നിൽക്കുന്ന മേൽപ്പാലങ്ങൾ 92 മേൽപ്പാലങ്ങളാണ് 10 വർഷം കൊണ്ട് ഈ കേരളത്തിനകത്ത് വന്നത്. 32 ഫൂട്ട് ഓവർ ബ്രിഡ്ജുകൾ വരുന്നു. അതോടൊപ്പം തന്നെ അമൃത് ഭാരത് സ്റ്റേഷൻ്റെ പദ്ധതി ഭാഗമായിക്കൊണ്ട് ഇപ്പം ഇന്ന് ജയ്ക്ക് അടക്കമുള്ള ആൾ 14 സ്റ്റേഷനുകളിൽ പോയി 14 ജില്ലകളിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. ജയ്ക്ക് ഈ 10 വർഷം മുമ്പ് ജയ്ക്ക് കണ്ട സ്റ്റേഷനാണോ ഇപ്പോൾ കാണുന്നത്? നിങ്ങൾ കോഴിക്കോട് സ്റ്റേഷനിലും എറണാകുളം സ്റ്റേഷനും ഈ കുറ്റിപ്പുറം സ്റ്റേഷനിലും തിരൂർ സ്റ്റേഷനിലും ഒന്ന് പോയി നോക്കുക. 35 സ്റ്റേഷനുകളാണ് നവീകരിക്കപ്പെടുന്നത് അമൃത് പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട്. അത്യാധുനിക നിലവാരത്തിലേക്ക് കേരളത്തിലെ റെയിൽവേ മാറുന്നു. സ്വാഭാവികമായിട്ട് അതിനനുസൃതമായിട്ട് റൂട്ട് ഫെസിലിറ്റി കൂടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതൊരു ക്രമാനുഗതമായ വികാസം എന്ന രീതിയിലാണ്. ഒരു സുപ്രഭാതം നിർത്തിയിട്ട ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെയും മറ്റ് സംസ്ഥാനങ്ങളെയും കാണുന്നത് പോലെ കേരളത്തെ കാണുന്നു എന്നുള്ളതാണ്. നമ്മളുടെ സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഭയങ്കരമായി വ്യത്യസ്തപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ്. അതായത് ഭയങ്കരമായ മൂവിങ് പോപ്പുലേഷനുള്ള ഒരു സംസ്ഥാനമാണ്. അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിരന്തരമായി സഞ്ചരിക്കുന്ന വലിയ ഒരു ശതമാനം ജനങ്ങളുള്ള മറ്റ് സ്റ്റേറ്റുകളെ പോലെയല്ല. അവിടെ വളരെ തുച്ഛമായ ഒരു നഗരം കഴിഞ്ഞാൽ പിന്നീട് ഒരു നഗരത്തിലേക്ക് എത്താൻ 100 കണക്കിന് കിലോമീറ്ററുകൾ എത്തേണ്ടി വരും. നമ്മളുടെ ഈ സംസ്ഥാനം അങ്ങനെയല്ല. ഇവിടെ ഈ പറയുന്നത് എല്ലാ നഗരങ്ങളാണ്. അങ്ങനെ ഓരോ ആവശ്യത്തിനായി നിരന്തരം സഞ്ചരിക്കുന്ന എഡ്യൂക്കേറ്റഡ് യൂത്ത് അങ്ങനെ ഉള്ള ഒരു വലിയ വിഭാഗം ജനങ്ങളുള്ള ഒരു സ്റ്റേറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും യാത്രാ പ്രശ്നം രൂക്ഷമായി വരുന്നത്. ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയുന്നത് ട്രെയിനുകളിലെ ജനറൽ കോച്ചുകളുടെ എണ്ണം, എക്സ്പ്രസ് ട്രെയിനുകളുടെ അടക്കം ജനറൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഒപ്പം മെമു ട്രെയിനുകൾ ഇപ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരം മുതൽ ഒരു കായംകുളം വരെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 2 or 3 മെമു ട്രെയിനുകളാണ് ഈ മേഖലയിൽ ഓടുന്നത്. ആലപ്പുഴ വരെ 2 or 3 or 4 ട്രെയിനുകൾ. അത് ആ ഒരു ട്രെയിനുകളിൽ തന്നെ ഒന്ന് കയറിയാൽ അറിയാം, ഭയങ്കരമായ തിരക്കാണ്. അങ്ങനെ ഓരോ ചെറിയ ഹ്രസ്വദൂര യാത്രയ്ക്കുള്ള സംവിധാനം റെയിൽവേ പരിഷ്കരിച്ച് കൊണ്ടുവരിക. അതിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന ദീർഘദൂര യാത്രയ്ക്ക് ഉതകുന്ന ഷോർട്ട് സർവീസ്, ഈ ഹ്രസ്വദൂര യാത്രയ്ക്ക് കൂടി ഉതകുന്ന ഈ പറയുന്ന കേരളയിൽ അടക്കമുള്ള സംവിധാനങ്ങൾ. അത് ഇപ്പം നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ, വന്ദേ ഭാരതിൽ ഇത്രയും ഒക്യുപ്പൻസി 200, ഇന്ന് ജോൺ ബ്രിട്ടാസ് MP അയച്ച കത്തിൽ പറയുന്നുണ്ട് 200% ഒക്യുപ്പൻസിയാണ്. അതേസമയം വടക്കേ ഇന്ത്യയിലെ പല റെയിൽവേ ഗോവ മംഗലാപുരം ട്രെയിനൊക്കെ പിന്നെ അത് കണ്ണൂർ വരെ നീട്ടിയെന്ന് തോന്നുന്നു വന്ദേ ഭാരത്. ആരുമില്ല അതിൽ കയറാൻ. നമ്മുടെ സ്റ്റേറ്റ് അങ്ങനെയല്ല. നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ നിരന്തരം മൂവിങ് ആയിട്ടുള്ള ഒരു ജനതയാണ്. ആ ജനതയെ ഉൾക്കൊള്ളാൻ നിങ്ങൾ വടക്കേ ഇന്ത്യൻ മാനദണ്ഡം വെച്ച് ഇവിടെ പരിശോധിച്ചാൽ പറ്റില്ല. അവിടെയാണ് ഈ കേരയിൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ പ്രസക്തി വരുന്നത്. അതിനെ നിങ്ങൾ രാഷ്ട്രീയമായി ഇപ്പം നിങ്ങൾ താണ്ട പുതിയ ബുള്ളറ്റ് ട്രെയിൻ പറഞ്ഞതിനകത്ത് കൃത്യമായി പറയൂ. അല്ല ഇതിനകത്ത് അങ്ങ് പറഞ്ഞതിനകത്ത് ഒരു ശാസ്ത്രീയത ഉണ്ട്. പക്ഷെ അതിന് പരിഹാരം കേരളയിലല്ല. ഞാൻ പറഞ്ഞല്ലോ, കേരളയിലല്ല പരിഹാരം, 3ാം പാതയാണ് പരിഹാരം. കേരളത്തിൽ അങ്ങ് പറയും, ഈ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇറ്ററാസി വരെ, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ജമ്മു വരെ എല്ലാ ദൈനംദിന ട്രെയിനുകൾ ഓടുന്നതാണ് കേരളത്തിൽ നിന്ന്. സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്നത് സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലാണ് റെയിൽവേ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഒരു പെട്ടെന്ന് വന്നുകൊണ്ട് കുറേ മെമു അനുവദിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അങ്ങനെ കേരളത്തിൻ്റെ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരളത്തിലെ ഹ്രസ്വദൂര സർവീസുമായി ബന്ധപ്പെട്ട ഒരു ബദലായിട്ടുള്ള ഒരു പാത വേണം. ആ ബദൽ പാതയാണ് 3ാം പാത. ആ 3ാം പാതയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യ നടപടികൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു. അതിന്റെ ആദ്യ അതായത് ഈ റെയിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ബദൽ എന്ന് പറയുന്നത് ഒരു 3ാം പാതയാണ്. ഈ 3ാം പാത എത്രത്തോളം പ്രായോഗികമാണ് സജീവ്? അല്ല, അങ്ങനെയല്ല. ഇതിനകത്ത് നമ്മൾ പലപ്പോഴും റെയിൽവേയുടെ ചർച്ച വരുമ്പോൾ അതിനകത്ത് എനിക്കും വ്യക്തിപരമായ രാഷ്ട്രീയമുള്ള ആളാണ്. പക്ഷേ
രാഷ്ട്രീയത്തെക്കാൾ ഉപരി റെയിൽവേ യാത്രക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമുക്ക് പൊതു ചർച്ചയും എന്താണ് പരിഹാരം എന്നുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കണം. 3-ാം ലൈൻ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടിയാലോചിച്ച് ചെയ്യേണ്ട ഒരു വലിയ പദ്ധതിയാണ്. കാരണം നമുക്ക് കേരളത്തെ സംബന്ധിച്ച് സ്ഥലം ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് എപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മൾ വളരെ ഒരു ലോങ് ടേമിൽ 3-ാം ലൈൻ ആണ് കേരളത്തിലെ റെയിൽവേ യാത്രക്കാരുടെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ പരിഹാരം ഉണ്ടാക്കാൻ. പക്ഷേ ഈ 2 ലൈനും നിർത്തിക്കൊണ്ട് യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണ്ടേ? കാരണം കൂടുതൽ മെമു സർവീസുകൾ ഇപ്പോ നമുക്കറിയാം, കാസർഗോഡ് ഷൊർണൂർ, അതുപോലെ തന്നെ കോഴിക്കോട് തൃശ്ശൂര്, അങ്ങനെ ഷോർട്ട് ഡിസ്റ്റൻസിൽ നമുക്ക് കൂടുതൽ മെമു സർവീസുകൾ ആരംഭിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കോവിഡ് കാലത്ത് ഒരുപാട് ട്രെയിനുകൾ നിർത്തലാക്കിയിട്ടുണ്ട്, പാസഞ്ചർ ട്രെയിനുകൾ. ആ പാസഞ്ചർ ട്രെയിനുകൾ പുനഃസ്ഥാപിക്കണം. അതോടൊപ്പം ഏറ്റവും നിങ്ങൾ ഇവിടെ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്തെങ്കിലും സീനിയർ സിറ്റിസൺസിന് കൺസെഷൻ ഉണ്ടായിരുന്നു. ആ കൺസെഷൻ കോവിഡിന് ശേഷം റെയിൽവേ അനുവദിക്കുന്നില്ല. പിന്നെ ഇതൊരു യാത്രക്കാരുടെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമാകരുത് കേരളത്തിലെ റെയിൽവേ വികസനത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും ഒക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചർച്ച ചെയ്യേണ്ടത് കേരളത്തിലെ യാത്രക്കാരുടെ പ്രശ്നങ്ങളെ അത് ഒരു ഇഷ്യൂ മാത്രം വെച്ചല്ല. സജീവേ, എനിക്കൊരു സംശയം. കേരളത്തിലെ ഒരു സംശയം. എന്തൊക്കെ താങ്കൾ ഇപ്പം പറഞ്ഞല്ലോ 3-ാമത്തെ പാതയാണ് ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ ശാശ്വതമായ ഒരു കാര്യം. ഈ 2 പാളത്തിൽ കൂടി വരുന്ന ട്രെയിനുകളെ ഉൾക്കൊള്ളാൻ നിലവിൽ തിരുവനന്തപുരം, കൊല്ലം അടക്കമുള്ള കേരളത്തിലെ എറണാകുളം അടക്കമുള്ള വലിയ സ്റ്റേഷനുകൾക്ക് കഴിയുന്നില്ല. താങ്കൾ 3-മതൊരു പാളം കൂടി ഈ പറഞ്ഞ ഒരു സെന്റിന് ലക്ഷങ്ങൾ കോടികൾ വിലയുള്ള എറണാകുളം, തിരുവനന്തപുരം തുടങ്ങിയ നഗരങ്ങളിൽ 3-മത് ഈ പാളത്തിന് സമാന്തരമായി 3-മതൊരു പാളത്തിന് സ്ഥലമേറ്റെടുത്ത് ഈ പാളം റെഡിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എങ്ങനെ ഈ ട്രെയിനൊക്കെ എവിടെ നിർത്തുമെന്ന്? റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നിർത്തുമോ അതോ വേറെ എവിടെയെങ്കിലും നിർത്തുമോ? ഏത് രീതിയിലാണ് താങ്കൾ ഈ 3-മത്തെ പാത ഭയങ്കര പ്രായോഗികമാണെന്ന് പറയുന്നത്? ഒരു വിവാദം ഉണ്ടാക്കി 3-ാം ലൈനിനെ കുറിച്ച് പറയുകയല്ല. ഇവിടെ ഇപ്പോ നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ 3-ാം പാതയെ കുറിച്ച് ആലോചിച്ചൂടെ? ഇപ്പൊ കൊല്ലം മുതൽ അങ്ങനെ ആലോചിക്കാൻ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സജീവ്. ഈ പറയുന്നത് പോലെ പ്രായോഗികമായി രണ്ട് പാളത്തിൽ കൂടി വരുന്ന ട്രെയിനുകളെ ഉൾക്കൊള്ളാൻ കേരളത്തിലെ സ്റ്റേഷനുകൾക്ക് കഴിയുന്നില്ല. അവിടെ നിങ്ങൾ 3-മത്തെ പാളവും കൂടെ ഇട്ടിട്ട് ട്രെയിൻ കൊണ്ടുവന്ന് അത് ഒരു കാലത്തും നടക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം എനിക്കും അറിയാം, സജീവിനും അറിയാം. 2 ലൈൻ ഇരിക്കുമ്പോൾ തന്നെ 2 ലൈൻ തുടരുമ്പോൾ തന്നെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ആധുനിക സിഗ്നലിംഗ് സംവിധാനം, അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആധുനിക സിഗ്നലിംഗ് സംവിധാനം കേരളത്തിൽ മൊത്തം നടപ്പിലാക്കിയാൽ ഈ 2 ലൈനിൽ കൂടി തന്നെ അതിവേഗത്തിൽ നമുക്ക് ട്രെയിനുകൾ യാത്ര ചെയ്യാൻ കഴിയും. അതൊരു 3-ാം പാതയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അതൊരു വിവാദത്തിന് വേണ്ടി പറയുന്നതല്ല. കേരളത്തിലെ റെയിൽവേ വികസനത്തെ സംബന്ധിച്ച് നമുക്കൊരു ലോങ് വിഷനോട് കൂടി നമ്മൾ കാണുമ്പോൾ 3-ാം പാത പ്രായോഗികമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ യാത്രക്കാരെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ട്രെയിനുകളുടെ ബോഗികളുടെ എണ്ണം കൂട്ടണം. എക്സ്പ്രസ് ട്രെയിനുകൾ പകൽ സമയം കേരളത്തിൽ ദീർഘദൂര ട്രെയിനുകൾ ഒരുപാടെണ്ണം ഓടുന്നുണ്ട്. ആ ട്രെയിനുകളിൽ ലോക്കൽ കമ്പാർട്ട്മെന്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. അതോടൊപ്പം ഈ ഓഫീസ് ടൈം, സ്കൂൾ ടൈം. തീർച്ചയായും ജയ്ക്ക് ഇപ്പോൾ ഇതിനെല്ലാം ഈ റെയിൽവേ പ്രശ്നത്തിനെല്ലാം പരിഹാരമായിട്ട് പ്രിന്റു പറയുന്നത് 3 വരി പാത വരിക എന്നുള്ള ഒരു ഓപ്ഷനാണ് പ്രിന്റ് വരുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ നിയമമടക്കമുള്ള ടെർമിനലുകളുടെ കാര്യത്തിലൊന്നും ഇപ്പോൾ പ്രിന്റുവിന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഇങ്ങനെ ഓരോ വിഷയത്തിലും ഈ ഒരു സമീപനം, അതായത് ഈ പറയുന്ന 3-ാം പാതയും ഈ പറയുന്ന മറ്റ് വിഷയങ്ങൾ, ദേശീയ തലത്തിലുള്ള റെയിൽവേയുടെ മുന്നേറ്റവും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമോ ജയ്ക്ക്? അതായത് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധി നമ്മളുടെ ചർച്ചയിൽ ഇതിലെ പ്രധാനപ്പെട്ട പല ആശങ്കകളും പല ചോദ്യങ്ങളും അദ്ദേഹം ഭംഗിയെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. കാരണം അദ്ദേഹത്തോട് റെയിൽ സൗകര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം 6 വരി പാതയെക്കുറിച്ച് പറഞ്ഞു. മഴ നനയാതെ എങ്ങനെ യാത്ര ചെയ്യുമെന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനുകളെ നവീകരിച്ചതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. സ്റ്റേഷനുകളാകെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മഴ നനയാതെയും കുഴഞ്ഞു വീഴാതെയും
യാത്ര ചെയ്യാൻ ഞങ്ങൾ യാത്രക്കാർക്ക് എന്ത് സൗകര്യമെന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് റെയിൽവേ സ്റ്റേഷനൊക്കെ ഞങ്ങൾ മോടി പിടിപ്പിച്ചിട്ടില്ലേ എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് മോടി പിടിപ്പിക്കുന്നത് എന്നുള്ള ന്യായമായ സംശയം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഞാൻ അങ്ങയുടെ വാദത്തോട് തന്നെ പ്രതികരിക്കുകയാണ്. ട്രെയിനുകളും ചോർന്നൊലിക്കുന്നതാണ് കേസ് ജയിക്ക് പറയുന്നത്. അങ്ങനെയാണോ ജയിക്ക്? നിങ്ങൾ ഒരു ഉദാഹരണത്തിന്റെ പേരിൽ കേരളത്തിൽ സംസാരിക്കുന്ന ഒരു ഘട്ടത്തിലൊന്നും ഞാൻ ഇടപെട്ടിരുന്നുമില്ല. ജയിക്ക് സംസാരിക്കട്ടെ. അല്ല, അത് മര്യാദയോട് കൂടി ഒരു സമീപനമല്ലല്ലോ. ഞാൻ എന്റെ ഭാഗം പറഞ്ഞിട്ട് അങ്ങയുടെ അവസരം എത്രയോ തവണ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഘട്ടത്തിൽ പോലും ഇടപെട്ടില്ലല്ലോ. ജയിക്ക് തുടരൂ. ഞാൻ പറഞ്ഞ് അതിവേഗം അവസാനിപ്പിക്കുകയാണ്. അതായത് മെമുവിൽ മഴ നനഞ്ഞ് യാത്ര ചെയ്യേണ്ട വന്ന യാത്രക്കാരുടെ അനുഭവവും വേണാട് എക്സ്പ്രസിൽ കുഴഞ്ഞു വീഴേണ്ട വന്ന യാത്രക്കാരുടെ അനുഭവം ഒക്കെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് അങ്ങ് റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ മോടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള മറുപടി പറയുന്നത്. പ്രേക്ഷകർ ചിന്തിക്കട്ടെ, അത് വസ്തുത നിരക്കുന്നതാണോ ന്യായമായിട്ടുള്ളതാണോ എന്ന് പ്രേക്ഷകർ വിലയിരുത്തിക്കൊള്ളട്ടെ, അവർക്ക് വിടുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ മോടി പിടിപ്പിക്കുന്നുണ്ട്, ശരിയാണ്. നിങ്ങൾ കൊല്ലം മുതൽ കോഴിക്കോടും കാസർഗോഡും വരെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, ഇല്ല നമ്മൾ പറയുന്നില്ല. പക്ഷേ പ്രത്യേകത എന്താണ്? മോടി പിടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ മറ്റു പല റെയിൽവേ സ്റ്റേഷനുകളും ഇപ്പോൾ ആരുടെ കയ്യിലാണ്? നിങ്ങൾ അദാനിക്ക് ഇന്ത്യയുടെ റെയിൽവേ സ്റ്റേഷൻ വിറ്റില്ലേ? നിങ്ങൾ ജനങ്ങളുടെ പൈസ എടുത്ത് മോടി പിടിപ്പിച്ചിട്ട് ഇന്ത്യയെ കൊന്നു തിന്നുന്ന ഇത്തരത്തിലെ കോർപ്പറേറ്റ് കള്ളന്മാരുടെ കാൽക്കൽ കൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ വിട്ടുകൊടുക്കില്ല എന്ന് ആര് കണ്ടു? കോയമ്പത്തൂരിൽ നിന്ന് മദ്രാസിയിലേക്കുള്ള ട്രെയിൻ പാത തന്നെ നിങ്ങൾ വിറ്റ് തുറച്ചില്ലേ? അവിടെ സ്വകാര്യ മുതലാളിമാർക്ക് ട്രെയിൻ ഓടിക്കാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുത്തില്ലേ? ഇന്ത്യയിൽ സ്വകാര്യ മുതലാളിമാരുടെ ട്രെയിനിൽ റെയിൽവേ ബോർഡിന് എന്ത് കാര്യം? ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യയിലെ തൊഴിലെതിരായ ചെറുപ്പക്കാരികൾക്ക് എന്ത് കാര്യം? നിങ്ങൾ മോടി പിടിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള അജണ്ട ഇതൊക്കെ ആത്യന്തികമായി നിങ്ങളുടെ കൂടെ നടക്കുന്ന മുതലാളിമാരുടെ കാൽക്കൽ കൊണ്ട് വെച്ച് ഇന്ത്യൻ റെയിൽവേയും അതിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഒഴിവുകളെയും തകർത്ത് തരിപ്പണമാക്കുക എന്ന് തന്നെയാണ്. അതാണ് നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മോടി പിടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ലളിതമായി പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിലെ കാശെടുത്ത് മോടി പിടിപ്പിച്ചിട്ട് നിങ്ങളുടെ കൂടെ ദാസ്യവേല ചെയ്യുന്ന കോർപ്പറേറ്റ് കള്ളന്മാരുടെ അടുക്കളയിൽ കൊണ്ടുപോയിട്ട് അതിനെ വിറ്റ് തുറയ്ക്കാനുള്ള ഏർപ്പാടാണ് ചെയ്യുന്നത്. നമ്മൾ എത്ര വിമാനത്താവളങ്ങളെ കണ്ടു. എന്നിട്ടാണ് പറയുന്നത് മഴ നനയുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല. മെമുവിനൊരു 2 ബോഗി അധികം വർദ്ധിപ്പിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല. ജനറൽ കമ്പാർട്ട്മെന്റ് 2 ബോഗി അധികം വർദ്ധിപ്പിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല. കുഴഞ്ഞു വീഴാതെ യാത്ര ചെയ്യാൻ യാത്രികർക്ക് എന്ത് സൗകര്യം എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല. എല്ലാ മറുപടിയും എവിടെ ഒതുങ്ങി നിൽക്കുന്നു? ഞങ്ങൾ മോടി പിടിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾ വലിപ്പം കൂട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മോടി പിടിപ്പിക്കുകയും വലിപ്പം കൂട്ടുകയും ചെയ്ത ഇന്ത്യയിലെ പല സുപ്രധാന റെയിൽവേ സ്റ്റേഷനുകളും റെയിൽവേ ലൈനുകളും ട്രെയിനുകളും നിങ്ങളുടെ കൂടെ നടക്കുന്ന നിങ്ങളുടെ ദാസ്യപ്പണി ചെയ്യുന്നവർക്ക് നിങ്ങൾ വിറ്റുതൊലച്ചു. അതുകൊണ്ട് മോടി പിടിപ്പിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സത്യസന്ധരായ മലയാളികൾക്ക്, രാഷ്ട്രീയ അനുഭവമുള്ളവർക്ക് ആശങ്കയും അങ്കലാപ്പുമാണ് വരുന്നത്. അതുകൊണ്ട് ആ ഭംഗിവാക്ക് കൊണ്ട് പറഞ്ഞാൽ അവസാനിക്കുന്നതല്ല കേരളത്തോട് നിങ്ങൾ കാണിക്കുന്ന ക്രൂരത, കേരളത്തിലെ റെയിൽവേ യാത്രികരോട് നിങ്ങൾ കാണിക്കുന്ന തീർത്താൽ തീരാത്ത അവഗണന. പ്രിന്റു, ഒരു കാര്യം, ഈ കേരളിനെ നിങ്ങൾ എതിർക്കുന്നത് പരിസ്ഥിതി വിഷയം കൊണ്ടാണെന്നാണല്ലോ നിങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങൾ ഈ 3-ാം പാതയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതായത് തിരുവനന്തപുരം, തമ്പാനൂരും കൊല്ലം ചിന്നക്കടയിൽ 1 സെന്റിന് മോഹവിലയാണ്. ആ സ്ഥലത്താണ് നിങ്ങൾ 3-ാം പാതയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാമെന്ന് പറയുന്നത്. എത്ര കോടി കേന്ദ്ര സർക്കാരിൻ്റെ ഖജനാവിലെ വലിയൊരു തുക വേണ്ടി വരും ഈ സ്ഥലം ഏറ്റെടുക്കാൻ തന്നെ. ഞാൻ പറഞ്ഞു വന്നത് ഈ പരിസ്ഥിതി സ്നേഹം കൊണ്ടല്ല കേരയിൽ പദ്ധതിയെ എതിർക്കുന്നത്. തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷനിൽ വൈകിട്ട് ഒരു 5 മണി മുതൽ രാത്രി ഒരു 10 മണി വരെ പ്രിൻ്റോ നിന്ന് കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 500 ബസ്സുകൾ, ടൂറിസ്റ്റ് ബസ്സുകൾ, അന്തർ സംസ്ഥാന ബസ്സുകൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മാത്രം. കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും കേരളത്തിൻ്റെ ഓരോ നഗരങ്ങളിൽ നിന്നും ഇതുപോലെ ഏതാണ്ട് 1000-ൽ അധികം ബസ്സുകൾ, അന്യസംസ്ഥാന ബസ്സുകൾ പുറപ്പെടുന്നുണ്ട്. എത്ര രൂപയാണ് ഈ ബസ്സുകളുടെ വരുമാനമെന്നത് താങ്കളൊന്ന് കണക്ക് കൂട്ടിയാൽ മനസ്സിലാവും. 2, നമ്മളിപ്പോൾ ഈ 6 വരി പാത വരുന്നുണ്ടല്ലോ. ഈ 6 വരി പാതയിൽ ഓരോ ജില്ലയിലും 2 ടോൾ ബൂത്തുണ്ട്. 2 ടോൾ ബൂത്തുണ്ട്. 14 ടോൾ ബൂത്ത് വരും. ഈ ടോൾ ബൂത്തുകളിലെ വരുമാനം കേരയിൽ വന്നാൽ കാൽഭാഗമായോ അരഭാഗമായോ ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പരിസ്ഥിതി പ്രവർത്തകരൊന്നും അല്ല ഈ കേരളിനെ എതിർക്കുന്നത്. അത് ഇവിടുത്തെ സാമ്പത്തിക ശക്തികൾ തന്നെയാണ്, വൻകിട സാമ്പത്തിക ശക്തികൾ തന്നെയാണ്. പിന്നീട് നമ്മുടെ റെയിൽവേക്ക് പോലും ഈ ഒരു പദ്ധതി വരുന്നതിനോട് യോജിപ്പില്ല. ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ പോക്കറ്റിലെ പൈസ ഒരുപാട് ഊറ്റിയെടുക്കാനുള്ള വകുപ്പുകൾ ഇവിടെയെല്ലാം നിലനിൽക്കുന്നുണ്ട് പ്രിൻ്റോ, അല്ലാതെ പരിസ്ഥിതിയുടെ പേരിലൊന്നുമല്ല. കാരണം ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ 3-ാം പാതയ്ക്ക് വേണ്ടി വസ്തു ഏറ്റെടുക്കുന്നതിൻ്റെ കാൽഭാഗം പൈസയ്ക്ക് കേരളിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ കഴിയും. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ചാക്കുണ്ണി കൂടി ചേരുന്നു. ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. ഈ ഒരു യാത്രാ പ്രശ്നം പരിഹരിക്കാൻ അങ്ങയുടെ ഒരു നിർദ്ദേശം ഒന്ന്
പറയാൻ കഴിയുമോ? എനിക്ക് ഒരൊറ്റ നിർദ്ദേശമുള്ളൂ. ഇവിടെ പങ്കെടുത്ത മറ്റു പാർശ്വമുള്ള അധികാരമോ മറ്റു കാര്യമുള്ള ഒരു വ്യക്തിയല്ല. കൈരളി ചാനലിലോ അല്ലെങ്കിൽ പാനശ്ശേരികളോ ആരെങ്കിലും ഒരു വേദി തരികയാണെങ്കിൽ നിലവിലുള്ള സംവിധാനം വെച്ചിട്ട് ഒരാഴ്ചക്കുള്ളിൽ പരിഹരിക്കാനുള്ള നിർദ്ദേശം ഞാൻ സമർപ്പിക്കാൻ തയ്യാറാണ്. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഈ ചർച്ച മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്തത്ര യാത്രാക്ലേശം രൂക്ഷമായിരിക്കുകയാണ്. അത് 2 പാസഞ്ചർ ട്രെയിൻ നിർത്തലാക്കി. നേരത്തെ ഏതൊരു പാനലിസ്റ്റ് പറഞ്ഞു, ഒരു കൊല്ലമായിട്ട് മലബാർ മേഖലയിലെ 2 യാത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ സ്ഥലത്ത് നിന്ന് 2 പാസഞ്ചർ ട്രെയിൻ നിർത്തലാക്കി. ഒരുപാട് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി ഞാൻ അവതരിപ്പിക്കുക. ഇവിടെ നിരവധി പരാതികളാണ് ഞങ്ങളുടെ അസോസിയേഷൻ്റെ പോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് പോയി എല്ലാ മന്ത്രിമാരെയും കണ്ടു. ബഹുമാനപ്പെട്ട റെയിൽവേ അബ്ദുറഹ്മാൻ മിനിസ്റ്ററെ കണ്ടു. ഇത്തരം ഒരാഴ്ച കൊണ്ട് തീർക്കാവുന്ന പരിഹരിക്കാവുന്ന നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അടുത്ത ദിവസം തന്നെ ഡൽഹി പോയിട്ട് സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട MP രാജേഷ്, അദ്ദേഹം രാജേഷ് സാറ് ഇന്നലെ ഡൽഹിക്ക് പോകുന്നുണ്ട്. അദ്ദേഹം MP ആയിരിക്കുന്ന കാലത്ത് റെയിൽവേയുടെ കാര്യങ്ങളിൽ വളരെ സ്റ്റഡിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അബ്ദുറഹ്മാൻ മിനിസ്റ്ററെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ തീർച്ചയായും ജയ്ക്ക് അത് തന്നെയാണ് ഈ കേരളത്തിലെ റെയിൽവേ വിഷയങ്ങൾ പരിഹരിക്കാൻ ഇത്തരം ചാക്കുണ്ണിയെ പോലെ, ബഹുമാന്യനായ ചാക്കുണ്ണിയെ പോലെയുള്ള പരിണിത പ്രജ്ഞരായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ഒരു പരിശ്രമം നടത്തേണ്ടതുണ്ട്. പ്രിന്റു ചെറിയതായിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. അല്ല, ഇതിനകത്ത് ജയ്ക്ക് പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും മറുപടിയില്ല. കോട്ടയത്ത് നിന്ന് കാസർകോട്ടേക്ക് വന്ദേ ഭാരതിൻ്റെ ട്രെയിൻ AC സ്യൂട്ട് റൂം പോലെയുള്ള വന്ദേ ഭാരതിൻ്റെ ട്രെയിനിൽ ഇരുന്നിട്ട് ടെക്നിക്കൽ എററിൻ്റെ പേരിൽ വെള്ളം നനഞ്ഞിട്ടുള്ള ഒരു മെമുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആത്മനിർവൃതി അടയുന്ന ജയ്ക്കിന് ആ കാര്യത്തിൽ എനിക്ക് മറുപടിയില്ല. കേരളത്തിൻ്റെ വികസനത്തെ, റെയിൽവേ വികസനത്തെ ശാസ്ത്രീയമായ രീതിയിൽ കാണുന്ന സർക്കാരാണ് കേന്ദ്ര സർക്കാർ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ 3 വരി ഇവിടെ അപ്രാപ്യമാണെന്ന്. ഞാൻ പറയുന്നു 2 വർഷത്തിനകം 3 വരി പാത കേരളത്തിൽ വരും. പിന്നെ കേരളയിൽ നടപ്പിലാക്കുന്ന സമയത്ത് ജയ്ക്കിന് പറയാൻ പറ്റുമോ ഇത് സ്വകാര്യ പങ്കാളിത്തത്തോടെല്ലാം നടക്കാമെന്ന്? അദ്ദേഹം ആഗോളവൽക്കരണത്തെ കുറിച്ച്, സ്വകാര്യവൽക്കരണത്തെ കുറിച്ച് പറയുന്നു. കേരളയിൽ എന്ന് പറയുന്നത് സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ സ്വകാര്യ ഏജൻസികളുടെ മൂലധനം കൊണ്ട് നടന്ന പദ്ധതിയാണ്. അപ്പം നിങ്ങൾക്ക് കേരളയിൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പറയുന്ന കുപ്പിൽ നിന്ന് ഭൂതങ്ങളായിട്ടുള്ള കോർപ്പറേറ്റുകളുടെ പണം കൊണ്ട് ചെയ്യാം. കേന്ദ്ര സർക്കാർ ഏതെങ്കിലും രീതിയിൽ ഇവിടുത്തെ രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ സമയത്ത് ഏജൻസികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്കത് ഇദ്ദേഹത്തിന് മറ്റെന്തോ ആണ് പ്രശ്നം. അദ്ദേഹം ആവർത്തിച്ച് വന്നപ്പോൾ മുതൽ റെയിൽവേ യാത്രികരുടെ പ്രശ്നത്തെ സംബന്ധിച്ച് പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധിയും അവരനുഭവിക്കുന്ന മറ്റു പ്രതിസന്ധികളെ സംബന്ധിച്ച് ഞാനും നിങ്ങളുമൊക്കെ രാഷ്ട്രീയ നിരപേക്ഷമായി മഴ നനയുന്നതിനെ സംബന്ധിച്ച്, കുഴഞ്ഞു വീഴുന്നതിനെ സംബന്ധിച്ച്, ജനറൽ കമ്പാർട്ട്മെൻറ്റുകളും ബോഗികളും വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച്, പുതിയ ട്രെയിനുകൾ വരുത്തുന്നതിനെ സംബന്ധിച്ചുള്ള എത്രയോ യുദ്ധകാലാടിസ്ഥാനത്തിൽ പെട്ടെന്ന് സാധ്യമാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ചോദ്യം ചെയ്യുന്നത്. എല്ലാ ചോദ്യത്തിനും അദ്ദേഹം കേരളയിൽ പറ്റില്ല എന്നുള്ള നിലയിലാണ്. അർദ്ധ അതിവേഗപാതകളും അതിവേഗപാതകളും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ യാതൊരു പഠനവും കൂടാതെ കുടിയൊഴിപ്പിക്കൽ നടത്തി, സ്ഥലമേറ്റെടുപ്പ് നടത്തി യൂണിയൻ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അതിന് തടസ്സമില്ല. പക്ഷെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ വേഗതയിൽ സഞ്ചരിക്കാൻ പാടില്ല, അവർക്ക് അർദ്ധ അതിവേഗ പാത പാടില്ല. ഇതാണ് നിങ്ങളുടെ സമീപനം. ആ സമീപനം ഏതെങ്കിലും ഒരു പാർട്ടിയോടുള്ള എതിർപ്പാണോ, അതോ ഞാനും നിങ്ങളും അധിവസിക്കുന്ന ലോകത്തിന് മുമ്പിൽ വിസ്മയിപ്പിക്കുമാർ മുന്നേറ്റം കാണുന്ന പ്രേക്ഷകർ വിലയിരുത്തട്ടെ. അപ്പോൾ കാണാം കേരളത്തിന്റെ വികസനം എന്താണെന്ന്, റെയിൽവേ വികസനം എന്താണെന്ന്. പ്രിന്റു നമ്മളെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സർക്കാരും മോശക്കാരനാണോ എന്ന് അങ്ങയുടെ പാർട്ടിയുടെ പ്രസിഡന്റിനോട് ചോദിച്ചാൽ മതി, അദ്ദേഹം പറഞ്ഞു തരും. തീർച്ചയായും നമ്മുടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം ഈ ദുരിതം അനുഭവിക്കുന്നത് നമ്മുടെ നാട്ടിലെ വളരെ സാധാരണപ്പെട്ട മനുഷ്യരാണ്. അതിനുള്ള ഈ ഒരു പരിഹാരം 3-ാം പാതയാണ് എന്ന് പറഞ്ഞാൽ അത് ഈ അടുത്ത കാലത്തോ അടുത്ത നൂറ്റാണ്ടിലോ തന്നെ സാധ്യമാവുന്ന ഒരു കാര്യമല്ല എന്ന് നമുക്ക് അറിയാം. അത് പറയുന്നവർക്കും അറിയാം, കാണുന്നവർക്കും അറിയാം. കേരയിൽ എന്ന് പറയുന്ന ഒരു പദ്ധതി, കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു പദ്ധതി, ആ പദ്ധതി വന്ന് എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു മറുപടി ആർക്കുമില്ല. അവരെ എതിർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ പദ്ധതി നടപ്പാകും വരെ കേരളത്തിലെ ട്രെയിൻ യാത്രാ ദുരിതം തുടരും എന്ന കാര്യത്തിൽ ഒരാൾക്കും ഒരു സംശയവും വേണ്ട.
കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ട്രെയിൻ സംവിധാനം അതിൻ്റെ ഏതാണ്ട് അൾട്ടിമേറ്റത്തിൽ നിൽക്കുകയാണ്. പൂർണ്ണമായും അതിൻ്റെ ശേഷി ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതിൽ വലിയ മാറ്റമൊന്നും വരുത്താൻ കേന്ദ്ര സർക്കാർ വിചാരിച്ചാലോ റെയിൽവേ വിചാരിച്ചാലോ നടക്കില്ല. ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകും.